श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। ओम नारायण। गजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्ज संभावितललाटकं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहर। भूतनाथ सदानंद सर्वभूतदयापर, रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ओम स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारगः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्दे कुसुमिदसमये सैकते चन्द्रिकायां, त्रैलोक्याकर्षणाङ्गं सुरवरगणिका मोहनापङ्गमूर्तिं, सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः, वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं, कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं
മൃദുലസതുതരം കഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തദൈകാദശീ നാമവർണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരയേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 43-ാം എപ്പിസോഡാണ് തോന്നുന്നു. കപിലോപദേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു 2-3 ശ്ലോകങ്ങളെ കണ്ടിട്ടുള്ളൂ, ബാക്കി കാണാൻ കിടക്കണു. നോക്കാം നമുക്ക്. ആദ്യം ഒന്ന് പാരായണം. പാലക്കാടൊക്കെ നല്ല തുലാവർഷം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയതാണ് നല്ല മഴ. നന്നായി പെയ്യട്ടെ. പ്രളയം വരാതിരുന്നാൽ മാത്രം മതി. കൊയ്ത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പാവങ്ങൾ, കൃഷിക്കാരൊക്കെ കുറച്ച് കഷ്ടത്തിലാവും. വലിയ നഷ്ടങ്ങളില്ലാതെ കഴിക്കട്ടെ പാവങ്ങളുടെ. പ്രാർത്ഥിക്കാം. നമുക്ക് 15-ാം ദശകം കപിലോപദേശം പാരായണം ചെയ്യാം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ
കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതഭിതസാക്ഷി പൂരുഷഃ പഞ്ചവിംശഃ ഇതി വിദിതവിഭാഗോ മുച്യത്തെ അസൗ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ പ്രകൃതിഗതഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യതി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിതോഗപ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്തഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ യുവതി ജഠരകിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയോല്ലംഘ്യ ബാല്യം പുനരപി ബദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സ ച നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂദക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഗൈഃ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്താ ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം പരമകിമു ബഹൂക്ത്യാ തുൽപദംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം പരമകിമു ബഹൂക്ത്യാ തുൽപദംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതവും നമസ്കാരവും. നാരായണ.
ഇന്ന് കന്നിമാസത്തിൽ ആയില്യം വളരെ വിശേഷ ദിവസമാണ്. നാഗരാജാക്കന്മാർക്കൊക്കെ പൂജ ചെയ്യുന്ന ആദിശേഷ ഭഗവാന്റെ ജന്മദിനം പോലെയുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പാലക്കാട്, അതുപോലെ മണ്ണാറശാല, പാമ്പുമേക്കാട്, ആമേട, ഇങ്ങനെ എവിടെയൊക്കെ സർപ്പക്ഷേത്രങ്ങളും അതുപോലെ ഏതൊക്കെ ഗൃഹങ്ങളിൽ സർപ്പക്ഷേത്രങ്ങളുണ്ടോ, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നാഗപ്രതിഷ്ഠകളുണ്ടോ അവിടെയൊക്കെ വിശേഷമായിട്ടുള്ള പൂജകൾ നടക്കുന്ന ദിവസമാണ്. നമുക്കൊക്കെ അതിനോടൊപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ തന്നെ വിഭൂതിയായ ആദിശേഷ ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് എല്ലാ സർപ്പദോഷങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും. ഏറ്റവും വലിയ സർപ്പദോഷം എന്ന് പറയുന്നത് അജ്ഞാന സർപ്പമാണ്, കാലസർപ്പമാണ്. അപ്പോൾ ആ കാലസർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും, അജ്ഞാനമാകുന്ന സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ഭഗവാന്റെ തന്നെ ജ്ഞാനമൂർത്തിയായ ആദിശേഷ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാരായണ. ഓം. കപിലോപദേശം തുടരാം. ദേവഹൂതി ദേവിക്കായിക്കൊണ്ട് പുത്രനാണെങ്കിലും ഗുരുഭാവത്തിലിരുന്നു കൊണ്ട് ഭഗവാനായ കപിലൻ അമ്മയോട് പറഞ്ഞു തുടങ്ങി. അമ്മേ, ഈ ലോകത്തിലുള്ള വിഷയങ്ങളോട് നമ്മുടെ മനസ്സ് ഒട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് അമ്മേ ബന്ധനം. അത് തന്നെ ആ വിഷയങ്ങളിൽ നിന്ന് മുക്തമായാൽ അത് അമൃതത്തെ നമുക്ക് നൽകുന്നു, അഥവാ മോക്ഷത്തെ നൽകുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ മനസ്സിനെ വേർപെടുത്താൻ കഴിയുമെന്നാണെങ്കിൽ അതിന് ഭക്തിയോഗമാണമ്മേ ഏറ്റവും നല്ല മാർഗം. ആ ഭക്തി എവിടെ നിന്ന് കിട്ടുമെന്നാണെങ്കിൽ അമ്മേ, മഹജ്ജനങ്ങളെ അനുഗമിച്ചാൽ അവരിൽ നിന്നാണ് അമ്മേ ലഭിക്കുക. ആ ഭക്തിയാണ് അമ്മേ സാധിക്കേണ്ടത്. ആ ഭക്തി കൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളും സാധിക്കും. ആ ഭക്തിയാകുന്ന പടിയിലേക്ക് അമ്മ കയറൂ. ആ ഭക്തിയാകുന്ന വഴിയിലേക്ക് അമ്മ പ്രവേശിക്കൂ. ആ ഭക്തി ലക്ഷ്യത്തിൽ എത്തിക്കും. ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാണ് ആ ഭക്തി. അതുകൊണ്ട് ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കൂ അമ്മേ, അതിന് മഹജ്ജനങ്ങളെ പിന്തുടരൂ എന്നാ പറഞ്ഞത്. സത്സംഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധന എന്ന് പറഞ്ഞു. പിന്നീട് ഈ പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവണം നമുക്ക്. ഈ പ്രകൃതിയുടെ ഘടനയും പ്രവർത്തനവും ധർമ്മങ്ങളും അറിഞ്ഞിരിക്കണം. അതിനാണ് ആ പ്രകൃതിയുടെ 24 തത്വങ്ങളെ എടുത്തു പറഞ്ഞ് അതിൽ നിന്നും വിലക്ഷണനായിരിക്കുന്ന പുരുഷൻ എന്നതായിട്ടുള്ള തത്വത്തെയും പറഞ്ഞ് ഈ 25 കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം. 25 തത്വങ്ങൾ പുരുഷനടക്കം. ഇത് തമ്മിലുള്ള വേർതിരിവുണ്ടാവണം. പുരുഷനും പ്രകൃതിയും തമ്മിൽ വിദിത വിഭാഗന്മാരാകുമ്പോൾ പ്രകൃതി പുരുഷനെ ബാധിക്കുന്നില്ല. മുച്യതേ അസൗ പ്രകൃത്യ. ആ പ്രകൃതിയിൽ നിന്നുള്ളതായിട്ടുള്ള മോചനത്തിനായിക്കൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങളെ അറിഞ്ഞാൽ മതി, പ്രകൃതിയെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാൽ മതി, പ്രകൃതിയെ നിർത്തേണ്ടടുത്ത് നിർത്തിയാൽ മതി. അതിനെ നിർത്തേണ്ടടുത്ത് നിർത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അധീശത്വം സ്ഥാപിക്കണം. പ്രകൃതിയുടെ ജഡത്വത്തെ ബോധ്യപ്പെടലാണ് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം. പ്രകൃതി സ്വയം ജഡമാണെന്നും പുരുഷനാണ് ചൈതന്യസ്വരൂപനെന്നും പ്രകൃതിക്ക് നമ്മളെ ഇങ്ങോട്ട് വന്ന് പിടിക്കാനുള്ള ഒരു കഴിവുമില്ല എന്നും പുരുഷനാണ് തൻ്റെ അവിവേകം കൊണ്ട് പ്രകൃതിയിൽ ചെന്ന് ഒട്ടുന്നത് എന്നും മനസ്സിലാക്കണം. എന്നിട്ട് സ്വതന്ത്രനായി നിൽക്കാൻ ശ്രമിക്കണം, പഠിക്കണം എന്നൊക്കെ അമ്മയ്ക്കായിക്കൊണ്ട് കപിലമൂർത്തിയായ അങ്ങ് ഗുരുവായൂരപ്പ പറഞ്ഞു കൊടുത്തുവല്ലോ എന്ന് 2-ാമത്തെ ശ്ലോകം. 3-ാമത്തെ ശ്ലോകത്തിൽ പ്രകൃതിയുടേതായിട്ടുള്ള ഗുണഗണങ്ങളൊന്നും തന്നെ പുരുഷനെ ബന്ധിക്കുന്നില്ല. ന അജ്യതേ പൗരുഷോയം.
പ്രകൃതിഗത ഗുണൗകൈർ ന അജ്യത്തെ പൂരുഷോയം. വാസ്തവത്തിൽ പ്രകൃതിയുടെ ധർമ്മങ്ങൾ പ്രകൃതിക്കിരിക്കും, പുരുഷൻ്റേത് പുരുഷൻ്റേതുമാണ്. അപ്പോൾ പ്രകൃതിയുടെ ധർമ്മങ്ങൾ പുരുഷനെ സ്പർശിക്കുന്നേ ഇല്ല. അഥവാ യതിതു സജതി തസ്യാം. എന്നാൽ പുരുഷൻ അറിയാതെ അതിനോട് സംഘം വയ്ക്കുകയാണെങ്കിൽ, ഒട്ടുകയാണെങ്കിൽ തദ്ഗുണാഹ തംബജേരൻ, ആ പ്രകൃതിയുടെ ഗുണങ്ങൾ അവനെ ബാധിക്കുന്നു. പ്രകൃതിയുമായിട്ടുള്ള അമിതമായിട്ടുള്ള താദാത്മ്യമാണ്, ആസക്തിയാണ്, വേഴ്ചയാണ്, സംഘമാണ് അവൻ്റെ ദുരിതങ്ങൾക്കൊക്കെ കാരണം. ആ പ്രകൃതിയുടെ ഗുണങ്ങൾ അവനെ ബാധിക്കുന്നതാണ്. ആ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിന്നാൽ, പ്രകൃതിയെ നിർത്തേണ്ടടുത്ത് നിർത്തിയാൽ ഇതൊന്നും ബാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെ ഇങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള ചർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആസക്തി വർദ്ധിച്ചു വന്ന് ഈ വാസനാബലം കൊണ്ട് പിന്നെയും പിന്നെയും പ്രകൃതിയെ ആശ്രയിക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവം ഈ പുരുഷന് സ്ഥിരമായിരിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും? അതിനാണ് രണ്ട് മാർഗങ്ങളുള്ളത്. ഒന്ന് മദനുഭജനം. മദനുഭജന തത്വാലോചനൈഹി. മദനുഭജനം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിരന്തരം ഭജനം ചെയ്യുക, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, എൻ്റെ മഹിമയെ, ഈശ്വരൻ്റെ മഹിമയെക്കുറിച്ച് അറിയുക, ഈശ്വരൻ്റെ മഹിമകളെക്കുറിച്ച് ശ്രവണം ചെയ്യുക, ഈശ്വരൻ്റെ മഹിമകളെ കീർത്തനം ചെയ്യുക, ഈശ്വര മഹിമയെ ചിന്തിക്കുക. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഇങ്ങനെയുള്ള സാധനകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെയാണ് മത അനുഭജനം. ഇപ്പോൾ ഭക്തിയോഗം. തത്വാലോചനൈഹി. തത്വാലോചനം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം. അപ്പോൾ രണ്ടും സമന്വയിച്ചു പോകട്ടെ. ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒന്നിച്ചു കൊണ്ടുപോകാം. ഭക്തിയില്ലാത്ത ജ്ഞാനം ശുഷ്കമാണ്, ജ്ഞാനമില്ലാത്ത ഭക്തി അന്ധമാണ്. മനസ്സിലാവുണ്ടോ? ജ്ഞാനമില്ലാത്ത ഭക്തി അന്ധമാണ്, ഭക്തിയില്ലാത്ത ജ്ഞാനം ശുഷ്കമാണ്. രണ്ടും ഫലം നൽകില്ല. രണ്ടിൻ്റെയും പരിമിതികളുണ്ട്. അപ്പോൾ രണ്ടും സമന്വയിച്ചു പോകണം. അതാണ് ഇവിടെ മദനുഭജന തത്വാലോചനൈഹി. രണ്ടും ചേർത്തു. എൻ്റെ അനുഭജനവും അതേപോലെ തത്വാലോചനവും രണ്ടുമുണ്ടായാൽ സാപി അപേയാത്, അവൾ അവളുടെ പാട്ടിന് പോകും. ആര്? പ്രകൃതി. കാരണം നിങ്ങൾ പ്രകൃതിയെ വില വയ്ക്കാതെയാവും, പ്രകൃതിയെ മൈൻഡ് ചെയ്യാതെയാവും. പ്രകൃതിയെ ഇഗ്നോർ ചെയ്യുമ്പോൾ പ്രകൃതി പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് പ്രകൃതി സ്ഥലം വിടും. എന്ന് പറഞ്ഞാൽ പ്രകൃതിയോടുള്ള നമ്മുടെ ഭ്രമം പോകും എന്നർത്ഥം. പ്രകൃതിയിൽ നിന്ന് നമ്മൾ മുക്തരാവും. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് മുക്തരാവാനുള്ള രണ്ട് വഴികളാണ്. വാസ്തവത്തിൽ രണ്ടല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഭക്തിമാർഗവും ജ്ഞാനമാർഗവും. ഭക്തി എന്നത് നിരന്തരമായിട്ടുള്ള ഈശ്വരനോടുള്ള പ്രേമപൂർവമായ ഈശ്വര സ്മരണ, ഈശ്വര ഭജനം, ഈശ്വര സേവ, അതാണ് ഭക്തി. അതോടൊപ്പം തന്നെ തത്വവിചാരവും, അതാണ് തത്വ ആലോചനൈഹി. ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഓരോ തത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സത്യാന്വേഷണം ചെയ്യുക. അപ്പം ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം, ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അമിതമായിട്ടുള്ള എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുള്ള ഭക്തി, വൈകാരികമായിട്ടുള്ള ഭക്തി ഒരു അന്ധതയിലേക്ക് നയിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം? ഒരു ബാലൻസ് ചെയ്യാനായിക്കൊണ്ട് ഈ തത്വവിചാരവും ഒപ്പം വേണം. വെറും തത്വവിചാരമായാൽ വരട്ട് വേദാന്തിയായി, അഹങ്കാരിയായി, വിനയമില്ലാത്തവനായി അവനും ഗതി പിടിക്കില്ല. അപ്പോൾ വരട്ട് വേദാന്തവും അന്ധമായ ഭക്തിയുമല്ല വേണ്ടത്. ജ്ഞാനപൂർവമായ ഭക്തി, ഭക്തിപൂർവമായ ജ്ഞാനം. രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരു യഥാർത്ഥ ജ്ഞാനി ഒരു നല്ല ഭക്തനായിരിക്കും, ഒരു നല്ല ഭക്തൻ ഒരു യഥാർത്ഥ ജ്ഞാനിയായിരിക്കും. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അല്ലാതെ എനിക്ക് ഭക്തിയോഗം വേണ്ട, ഞാൻ വലിയ ചിന്തകനാണ്, എനിക്ക് ജ്ഞാനയോഗം മാത്രം മതി എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ പ്രയാസപ്പെടും.
ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മറ്റൊരാൾ എനിക്ക് ജ്ഞാനത്തിലൊന്നും താല്പര്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം, ഞാൻ നാമസങ്കീർത്തനങ്ങളും ഭജനകളുമായി കഴിഞ്ഞുകൂടാം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോൾ അവൻ ഈ നാമസങ്കീർത്തനമൊക്കെ വലിച്ചെറിഞ്ഞ് ഈശ്വരനെ തെറിയും വിളിച്ചുകൊണ്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും, അവനും ലക്ഷ്യത്തിലെത്തില്ല. അപ്പോൾ രണ്ടും വേണം. വാസ്തവത്തിൽ ഇത് രണ്ടല്ല. ഈശ്വരനെക്കുറിച്ച് കൂടുതൽ അറിയലാണ് ജ്ഞാനയോഗം. അറിയുന്തോറും ആ ഈശ്വരനോടുള്ള പ്രേമം വർദ്ധിച്ചു വരുന്നതാണ് ഭക്തിയോഗം. ആ ഭക്തി വർദ്ധിക്കുന്തോറും സേവനവും കൂടും. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ ഭക്തി ജ്ഞാനം എന്നുള്ളത് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഭക്തിയോഗം ജ്ഞാനയോഗം എന്നൊക്കെ വേർതിരിച്ചിരിക്കുന്നത് ഒരു ചില വ്യവഹാര സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും ലക്ഷ്യത്തിലെത്തുമ്പോൾ ഒന്ന് തന്നെയാണ്. അവിടെ എത്തണമെങ്കിൽ രണ്ടും വേണം. ആരംഭത്തിൽ ചിലപ്പോൾ ഒരാൾക്ക് ഭക്തി മാത്രമേ ഉണ്ടാവുള്ളൂ, അഥവാ ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു ഈശ്വരനോടുള്ള പ്രേമം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അയാൾക്ക് അയാളുടെ ഭക്തി കൊണ്ട് തന്നെ ജ്ഞാനം, അതിനുള്ള സാധ്യതകൾ വന്നു ചേരും, ആ ജ്ഞാനം ഉണ്ടാകും. അങ്ങനെ അയാൾ ജ്ഞാനം കൊണ്ടും അനുഗ്രഹീതനാകും. അതുപോലെ തന്നെ മറ്റൊരാൾ ആരംഭത്തിൽ ജ്ഞാനമാർഗത്തിൽ പരിശ്രമിച്ചു തുടങ്ങും, പിന്നീട് അയാൾക്ക് ആ ഭക്തിയും വന്നു ചേരും. ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഗുരു അനുഗ്രഹം ഉണ്ടെങ്കിൽ, അവൻ അതിനുള്ള സുഹൃതമുണ്ടെങ്കിൽ, വിനയമുണ്ടെങ്കിൽ ഇത് രണ്ടും വന്നു ചേരും. ലക്ഷ്യത്തിലെത്തുമ്പോൾ രണ്ടും ഒന്നിച്ചു ചേരും. അപ്പൊ രണ്ടും വേണം എന്ന് പറയും. അതാണ് ഇവിടെ മദനുഭജന തത്വാലോചനൈസാപ്യപേയാത്. ഈശ്വര ഭജനവും തത്വവിചാരവും രണ്ടും കൊണ്ട് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ അവിഹിത ബന്ധം ഒഴിഞ്ഞു പോകും. കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ശ്ലോകം എന്നുള്ളത് 27ാമത്തെ അധ്യായമായിരുന്നു. 27ന്റെ സംഗ്രഹമായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. ഇനി 28ാമത്തെ അധ്യായത്തിൻ്റെ സാരമാണ് 4ാം അധ്യായം. ഭഗവാന്റെ ധ്യാനം അതായിരുന്നു ഭാഗവതത്തിൽ 28ാം അധ്യായത്തിലെ വിഷയം. അതിനെ മേൽപ്പത്തൂര് വളരെ ചുരുക്കി അവതരിപ്പിക്കുന്നു. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേദാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേദാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. ആ കപിലമൂർത്തിയായ ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് അമ്മയോടായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അഷ്ടാംഗ യോഗങ്ങളുടെ അഭ്യാസവും അതിൽ ധാരണാ, ധ്യാനം, സമാധി എന്നുള്ളതായിട്ടുള്ള ആ ധ്യാനയോഗവും, അതിൽ ആരെ എങ്ങനെ ധ്യാനിക്കണം, ആ ഭഗവാന്റെ വൈഷ്ണവമായ രൂപത്തെ, അതിമോഹനമായ രൂപത്തെ, ശംഖചക്ര ഗദാ പത്മങ്ങളോട് കൂടിയതായിട്ടുള്ള, മേഘശ്യാമള വർണ്ണത്തോടു കൂടിയതായിട്ടുള്ള, ശ്രീവത്സം കൗസ്തുഭം മുതലായ ലക്ഷണങ്ങളോട് കൂടിയതായിട്ടുള്ള, വനമാലാദികൾ ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ എങ്ങനെ ധ്യാനിക്കണം എന്ന് 28ാം അധ്യായത്തിൽ ഭാഗവതം 3യ സ്കന്ധത്തിൽ കപിലൻ ഭഗവാൻ ദേവഹൂതിക്ക് ഉപദേശിച്ചത് ഇവിടെ മേൽപ്പത്തൂര് ചുരുക്കി പറയണു. വിമലമതിരുപാത്തൈഹി ആസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം
രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. അപ്പോൾ വിമലമതിഹി എന്ന ആരംഭത്തിൽ പറഞ്ഞു. വിമലമതിഹി, വിമലമതിഹി എന്ന് പറഞ്ഞാൽ മതി വിമലമായിട്ട്. മതി എന്നാൽ അന്ധകരണം തന്നെ, ഇവിടെ മനസ്സും ബുദ്ധിയും ഒക്കെ തന്നെ. അപ്പൊ മനസ്സിനെയും ബുദ്ധിയെയും അന്ധകരണത്തെ വേണ്ട പോലെ വിമലമാക്കിയിട്ട്, അതെങ്ങനെയാ വിമലമതിയാക്കുക എന്നുള്ളതും പറഞ്ഞു. ഉപാത്തൈഹി ആസനാദ്യൈഹി എന്ന്. ഉപാത്തൈഹി ആസനാദ്യൈഹി വിമലമതിഹി ഭൂത്വ. ഉപാത്തം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. ഉപ ആത്തം, തന്നിലേക്ക് വന്നു ചേർന്നത് എന്നാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടത്. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര എന്ന് പറയാറില്ലേ, അവിടെ ഉപാത്തം എന്ന് പറഞ്ഞാൽ ഞാൻ അനേക കാലങ്ങളായി ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ കൊണ്ട് എന്നിൽ വന്നു ചേർന്നതായിട്ടുള്ള ദുരിതം, അത് ക്ഷയിക്കാനായി കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കർമ്മം ചെയ്യുന്നത്. ഈ പൂജാദികളോ ഈ ജപാദികളോ ഈ ഹോമമോ ഒക്കെ ചെയ്യുന്നത്. ഉപാത്തം എന്ന് പറഞ്ഞാൽ സമീപിച്ചത്, വന്നു ചേർന്നത്, പ്രാപിച്ചത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഉപാത്തൈഹി ആസനാദ്യൈഹി, ഇവിടെ ആസനാദികൾ എന്ന് പറഞ്ഞാലോ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ അംഗങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. ഈ അഞ്ചിനെയാണ് ഇവിടെ ആസനാദ്യൈഹി എന്ന് പറഞ്ഞത്. ഇതിനെയൊക്കെ നമ്മൾ തൃതീയ ദശകത്തിലോ മറ്റോ കണ്ടു വിശദമായിട്ട്, അല്ലേ? കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം ബ്രഹ്മചര്യ നിയമാദിബിർയമൈ. അങ്ങനെ പറഞ്ഞില്ലേ? അതാ ആ ശ്ലോകങ്ങൾ ഓർക്കുക. ആപ്ലവാദി നിയമങ്ങളെ കൊണ്ടും ബ്രഹ്മചര്യം മുതലായിട്ടുള്ള നിയമങ്ങളെ കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞ് ആരംഭിച്ചു. ആ അഷ്ടാംഗ യോഗം അവിടെ വർണ്ണിച്ച അഷ്ടാംഗ യോഗത്തെയാണ് ഇവിടെ ആസനാദ്യൈഹി എന്ന് ചുരുക്കിയത്. ആസനം മുതലായിട്ട് എന്നാണ്. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഈ അഞ്ചിനെ ഒന്നിച്ച് ചേർത്തു. ഇതാണ് നമ്മളെ വിമലമതിയാക്കുന്നത്. യോഗ അനുഷ്ഠാനങ്ങൾ, യോഗത്തിലെ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ ഈ പറഞ്ഞ 5 അംഗങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. യോഗേന ചിത്തസ്യ, അതുപോലെ പതേന വാചാം, മറ്റേ നമ്മുടെ പതഞ്ജലിയെ വണങ്ങുന്നതായിട്ടുള്ള മന്ത്രമുണ്ട്. പതഞ്ജലി മഹർഷിയെ, ആദിശേഷന്റെ അവതാരം തന്നെയാണ് പതഞ്ജലി മഹർഷി. അപ്പോൾ യോഗാനുഷ്ഠാനം കൊണ്ട് ചിത്തത്തിൻ്റെ മലം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗമാർഗങ്ങൾ അദ്ദേഹം ലോകത്തിന് ഉപദേശിച്ചത്. യോഗേന ചിത്തസ്യ പതേന വാചാം മലം ശരീരസ്യ വൈദ്യകേന, വൈദ്യനായിട്ടും അഥവാ ആയുർവേദാചാര്യനുമാണ് ഈ പതഞ്ജലി. അതുപോലെ പാണിനിയായി ഗ്രാമർ രചിച്ചതും ഈ പതഞ്ജലി തന്നെ, അല്ലെങ്കിൽ പതഞ്ജലി തന്നെ ഒരു ഗ്രാമർ എഴുതിയിട്ടുണ്ട്. അത് പതേന വാചാം. അപ്പോൾ പദങ്ങളെ കൊണ്ട്, പദവാക്യങ്ങളെ കൊണ്ട്, ഗ്രാമർ നിയമങ്ങൾ എഴുതിക്കൊണ്ട് വാക്കിൻ്റെ മാലിന്യങ്ങളെ കളഞ്ഞു തന്നു, സംസ്കരിച്ചു തന്നു. ശരീരത്തിന് വേണ്ടതായിട്ടുള്ള സംസ്കാരം അതന്നെ. യോഗേന ചിത്തസ്യ പതേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന. വൈദ്യകേന എന്നാണ് കേട്ടോ, വൈദ്യകേനം ഇല്ല. അപാകരോ തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലി ആനതോസ്മി. യോപാകരോത്, ആരാണോ അപാകരിച്ചത്, അപാകരോത് തം പ്രവരം മുനീനാം, ആ മുനിമാരിൽ പ്രവരനായിരിക്കുന്ന പതഞ്ജലിം പ്രാഞ്ജലി ആനതോസ്മി, ആ പതഞ്ജലി മഹർഷിയെ ഞാൻ
കൈകൂപ്പി വണങ്ങുന്നു, പ്രാഞ്ജലിയായി ഞാൻ ആനതനായി ഭവിക്കുന്നു. ഇപ്പം മലം ശരീരസ്യ ച വൈദ്യകേന എന്ന്, വൈദ്യകേനയാണ്. വൈദ്യകനായി ശരീരമലം ഉന്മൂലനം ചെയ്യാനായിക്കൊണ്ട് ആയുർവേദ ശാസ്ത്രത്തിലും സംഭാവന ചെയ്തു. അങ്ങനെയുള്ള ആ 3 മലങ്ങളെ, ശാരീരികം അല്ലേ, ചിത്തത്തിൻ്റെ മലം, ശരീരത്തിൻ്റെ മലം, വാക്കിൻ്റെ മലം, അതാണ് പതേന വാചാം എന്ന് പറഞ്ഞത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് മലം വരും. എങ്ങനെ? വൃത്തികെട്ട വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ അല്ലേ? ആ വൃത്തികെട്ട വാക്കുകൾ പ്രയോഗിക്കുന്നത് സംസ്കാരഹീനന്മാരാണ്. എന്നാൽ സംസ്കൃത ഭാഷ പഠിച്ചവരുടെ വായിൽ വേണ്ടാത്തൊന്നും വരില്ല എന്നാ. കാരണം സംസ്കൃത ഭാഷയിൽ തന്നെ ഒരു ചീത്ത വാക്കും ഇല്ല. അധികം പറഞ്ഞാൽ മൂട എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. വലിയ വാക്കാണ് മൂട എന്നുള്ളത്. അതിൽ പരം വലിയതായിട്ടുള്ള ചീത്ത വാക്കുകളൊന്നും സംസ്കൃത പദങ്ങളിലില്ല. അപ്പോൾ സംസ്കൃതം എന്ന് പറഞ്ഞാൽ തന്നെ നല്ലപോലെ സംസ്കരിക്കപ്പെട്ടത്, വെൽ കൾച്ചേർഡ്, വെൽ സിവിലൈസ്ഡ് ആണ്. അപ്പോൾ ആ ഭാഷ, ആ വ്യാകരണ നിയമങ്ങൾ അതൊക്കെ പഠിച്ച്, അതുകൊണ്ട് നമ്മുടെ വാക്കിൻ്റെ മലത്തെ അദ്ദേഹം ദൂരീകരിച്ചു. യോഗം കൊണ്ട്, അഷ്ടാംഗ യോഗ മാർഗം നമുക്ക് ഉപദേശിച്ച് നമ്മുടെ ചിത്തത്തിൻ്റെ മാലിന്യങ്ങളെ ഉപദേശിക്കാനുള്ള വഴി പറഞ്ഞു തന്നു. ആയുർവേദ ശാസ്ത്രത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ മലങ്ങളെ പുറന്തള്ളാനുള്ളതായിട്ടുള്ള വഴി പറഞ്ഞു തന്നു. അങ്ങനെ 3ൻ്റെയും കായേന വാച മനസ്സ എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ കായ വാങ് മനസ്സുകളുടെ മാലിന്യങ്ങളെ കളയാൻ 3 ശാസ്ത്രങ്ങളിലും വേണ്ട സംഭാവന ചെയ്ത ആളാണ് ആര്? പതഞ്ജലി മഹർഷി. അതാണ് യോ അപാകരോത്, ആർ നീക്കിക്കളഞ്ഞുവോ, അപാകരിച്ചുവോ, തം പ്രവരം മുനീനാം, ആ മുനീനാം പ്രവരം തം, മുനികളിൽ വെച്ച് ശ്രേഷ്ഠനായ തം പതഞ്ജലിം, ആ പതഞ്ജലിയെ പ്രാഞ്ജലിഹി, അഞ്ജലി കൂപ്പിയവനായിട്ട്, ആനതോസ്മി, ആനതഃ അസ്മി, ഞാൻ നന്നായി വീണ് നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. നിത്യവും ചൊല്ലുന്ന ആളുകളുണ്ട്, യോഗാചാര്യന്മാർ, യോഗ വിദ്യാർത്ഥികൾ ഒക്കെ നിത്യവും അത് ചൊല്ലും. കാരണം അവർക്ക് അവരുടെ അഭ്യാസം ആരംഭിക്കുന്നത് ഇത് ചൊല്ലിയിട്ടാണ്. ആ പതഞ്ജലിയെ വണങ്ങിക്കൊണ്ട്, പതഞ്ജലിം പ്രാഞ്ജലിഹി ആനതഃ അസ്മി. അപ്പം യോഗേന ചിത്തസ്യ മലം യോ അപാകരോത്, യോഗാനുഷ്ഠാനങ്ങളിലൂടെ ചിത്തത്തിൻ്റെ മലം ആരാണോ ദൂരീകരിച്ചത്. അപ്പം യോഗാനുഷ്ഠാനങ്ങൾ, അഷ്ടാംഗ യോഗങ്ങളൊക്കെ എന്തിനുള്ളതാണ്? ചിത്തത്തിൻ്റെ മലം കളയാനുള്ള മാർഗമാണ്. ചിത്തത്തിലുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ ഉപേക്ഷിച്ച് കളയാനുള്ള, ചിത്തത്തിൻ്റെ മാലിന്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ തന്നെയാണ്. അപ്പോൾ യോഗ ചിത്തവൃത്തി നിരോധ, യോഗം എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്തത്തിൻ്റെ വൃത്തികളെയൊക്കെ അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് യോഗം. അപ്പോൾ ചിത്തം കടന്നിങ്ങനെ അനാവശ്യ വിഷയങ്ങളിൽ അലഞ്ഞു തിരിയുന്ന തെരുവ് പട്ടിയെപ്പോലെ അലഞ്ഞു തിരിയുന്നതിനെ, അതിനെ നല്ലൊരു ലക്ഷ്യത്തിൽ പിടിച്ച് ബന്ധിക്കാൻ, നല്ലൊരു ആലംബനത്തിൽ ചേർത്ത് വയ്ക്കാൻ, അതാണ് സമാധി. സമ്യക് ആധീയതേ യസ്മിൻ സർവാഹ ചിത്തവൃത്തയഃ, ഏതൊരവസ്ഥയിലാണോ സർവചിത്തവൃത്തികളും ഉറയ്ക്കുന്നത്, ഒരു ഇരുത്തം വരുന്നത്, സമ്യക് ആധീയതേ, ആധാനം ചെയ്യപ്പെടുന്നു, ബന്ധിക്കപ്പെടുന്നു, സർവാഹ ചിത്തവൃത്തയഃ, ആ അവസ്ഥയുടെ പേരാണെന്ത്? സമാധി. സമ്യക് ആധീയതേ യസ്മിൻ സർവാഹ ചിത്തവൃത്തയഃ, സർവചിത്തവൃത്തികളും എവിടെ എത്തുമ്പോൾ നിശ്ചലമായി ഉറച്ചു പോകുന്നുവോ ആ അവസ്ഥ സമാധി. അപ്പം സമാധിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്, അഥവാ മനസ്സിൻ്റെ ചാഞ്ചല്യം മാറ്റി മനസ്സിന്, നമ്മുടെ അന്ധകരണത്തിന് ഒരു ഉറപ്പ്, സ്റ്റെബിലിറ്റി, നിഷ്ഠ, പ്രതിഷ്ഠ അതുണ്ടാക്കാനുള്ള മാർഗമാണെന്ത്? യോഗം. അല്ലാതെ ശരീരം നന്നാക്കാൻ മാത്രമല്ല. ശരീരം നന്നാവും, അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. അതിൻ്റെ മെയിൻ ലക്ഷ്യം
ചിത്തസ്യ മല ഉന്മൂലനം, ചിത്തസ്യ ഈ പറഞ്ഞ വിക്ഷേപം, ലയം മുതലായിട്ടുള്ള ദോഷങ്ങളൊക്കെ കളഞ്ഞ് മനസ്സിനെ ഏകാഗ്രമായി ഒരു വസ്തുവിൽ ഉറപ്പിച്ചു വെക്കാനുള്ള സാമർഥ്യം, സമാധി. അപ്പൊ ആ യോഗ അനുഷ്ഠാനങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഉപാത്തൈഹി ആസനാദ്യൈഹി, ഉപാത്തൈഹി ആസനാദ്യൈഹി വിമലമതിഹി ഭൂത്വാ, സ്വീകരിച്ചതായിട്ടുള്ള ആസനാദി അഭ്യാസങ്ങൾ കൊണ്ട്, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഈ ആദ്യത്തെ ബഹിരംഗ സാധനകൾ എന്നാ പറയുക അതിനെ. അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ 5 ബഹിരംഗ സാധനകളും പിന്നത്തെ 3 അന്തരംഗ സാധനങ്ങളുമാണ്. അന്തരംഗം, ബഹിരംഗം. ഇപ്പൊ ധാരണ, ധ്യാനം, സമാധി അന്തരംഗം, നമ്മുടെ ഉള്ളിലുള്ള അംഗങ്ങളാണ്. ധാരണയും ധ്യാനവും സമാധിയും ഇന്റേണലാണ്. മറ്റത് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസിനെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നിയമിക്കാൻ, നിയന്ത്രിക്കുവാനുള്ളതാണ് ആദ്യത്തെ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരങ്ങൾ. അപ്പൊ യമം എന്താണ്? 5 അംഗങ്ങൾ നമ്മൾ മുമ്പ് കണ്ടതാണ്. അരുതാത്തതിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കലാണ് യമം. നിയമം എന്ന് പറഞ്ഞാൽ കർത്തവ്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നിയമം എന്ന് പറയുന്നത്. നിശ്ചയേന ചെയ്യേണ്ടത് നിയമം. ആസനം എന്ന് പറഞ്ഞാൽ ശരീരത്തെ സ്റ്റേബിളായിട്ട്, സ്ഥിരമായി, സുഖമായി ഒരു ഭാഗത്ത് ഇരിക്കാനുള്ള അഭ്യാസമാണ് ആസനം. ധ്യാനാദികൾ ചെയ്യണമെങ്കിൽ മനസ്സ് ഇളകാതെ, ശരീരം ചലിക്കാതെ ഒരു മുഹൂർത്ത നേരമെങ്കിലും, ഒരു മുഹൂർത്തം എന്നാൽ 48 മിനിറ്റ്, 2 നാഴിക. ഒരു നാഴിക 24 മിനിറ്റാണ്, 2 നാഴിക 48 മിനിറ്റാണ് ഒരു മുഹൂർത്തം. ആ ഒരു മുഹൂർത്ത നേരമെങ്കിലും ശരീരം അനങ്ങാതിരിക്കാറാവുമ്പോഴാണ് ആസനജയം നേടി എന്ന് പറയുക. ശരീരത്തിനെ സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റിയാൽ നമ്മൾ ആസനജയം നേടി, ശരീരം നമ്മുടെ നിയന്ത്രണത്തിലായി. മറ്റതിപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, അത് വിളിക്കുന്നിടത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാന്ത്രികമായിട്ട്. യന്ത്രത്തെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ യന്ത്രം നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തള്ളും, അല്ലേ? ഇപ്പോൾ കാറിന് ബ്രേക്ക് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇടാൻ അറിയില്ല എങ്കിൽ ആ കാറ് നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. കാറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് അറിയണം. സ്റ്റിയറിംഗ് പിടിക്കാനും, ക്ലച്ച് മാറ്റാനും, ക്ലച്ച് പിടിക്കാനും, ഗിയർ മാറ്റാനും, ബ്രേക്ക് പിടിക്കാനും ഒക്കെ നമുക്കറിയണം. അതല്ലെങ്കിൽ അത് നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും. അപ്പം അതുപോലെയാണ് ഈ ശരീരമാകുന്ന വാഹനത്തിൻ്റെ ക്ലച്ചും ബ്രേക്കും ഗിയറും ഒക്കെ നമ്മുടെ കയ്യിലായിരിക്കണം. അതാണ് ആസനജയം എന്ന് പറയുന്നത്. അങ്ങനെ ആസനം, പ്രാണായാമം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ്. അതുപോലെ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തയിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കലാണ്. പ്രതി ആഹരിക്കുക, തിരിച്ചു കൊണ്ടുവരിക, മടക്കി കൊണ്ടുവരലാണ്. വിഡ്രോവൽ, എന്താ പറയുക, അന്തർമുഖരാവുക, ഇൻട്രോവർട്ടാവുക, അതാണ് പ്രത്യാഹാരം. അപ്പോൾ നമ്മുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ട് ശീലമായി. അപ്പോൾ ആ വിഷയങ്ങളുടെ ദോഷം നിരന്തരം ചിന്തിച്ച് ആ വിഷയങ്ങളിലൊന്നും സുഖമില്ല എന്ന് ബോധ്യം വന്ന് അതിൽ നിന്ന് മനസ്സിനെ പ്രത്യാഹരിക്കലാണ് പ്രത്യാഹാരം, മടക്കി കൊണ്ടുവരുവൽ, വിത്ഡ്രോവൽ. ഇത് 5 ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ഇത് 5 വേണ്ട പോലെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വിമലമതി എന്നുള്ള യോഗ്യത വരിക. വിമലമതി, നിർമ്മലമായ അന്ധകരണത്തോടുകൂടി, ശുദ്ധ അന്ധകരണത്തോടുകൂടി. പിന്നെന്ത് ചെയ്യണം? മതംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാ. മതംഗം ശീലയേതാ, അതാണ്. ബാക്കിയുള്ളതൊക്കെ മതംഗത്തിന്റെ വിശേഷണങ്ങളാണ് ഇടയിൽ. മതംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അംഗത്തെ, എൻ്റെ മൂർത്തിയെ, എൻ്റെ രൂപത്തെ എന്നർത്ഥം. ഗുരുവായൂരപ്പനാണ് ഇവിടെ പറയുന്നത്. കപിലമൂർത്തിയായിരുന്നു കൊണ്ട് പറയുന്നത് ഗുരുവായൂരപ്പൻ തന്നെ. അപ്പൊ എൻ്റെ മൂർത്തിയെ ശീലയേത, എപ്പോൾ? അനുവേലം. അനുവേലം എന്ന് പറഞ്ഞാലോ വേലം എന്നൊക്കെ പറഞ്ഞാൽ സമയം, പ്രത്യേകമായിട്ടുള്ള
വേളകൾ എന്നർത്ഥമാണ്. സന്ധ്യാവേള, രാവിലത്തെ സന്ധ്യ, വൈകുന്നേരത്തെ സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, ഇതൊക്കെ വേളകളാണ്. അപ്പൊ അനുവേളം എന്ന് പറഞ്ഞാലോ വേളകൾ തോറും അതാത് സമയങ്ങളിൽ അതാത് സന്ദർഭങ്ങളിൽ അനുവേലം ഡെയിലി ബൈ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് റുട്ടീനായിട്ട് എന്നൊക്കെ അർത്ഥമാണ്. റെഗുലറൈസ്ഡ് ആയിട്ട് ഒരു സമയം ക്ലിപ്തപ്പെടുത്തി നിരന്തരമായിട്ട് ഭഗവാന്റെ മൂർത്തിയെ മദംഗം ശീലയേത ധ്യായേത ധാരണാം കുരു എന്നൊക്കെ ഈ ശീലയേത എന്നുള്ളതിന് അർത്ഥം. ആദ്യം ധാരണ, പിന്നെ ധ്യാനം, പിന്നെ സമാധി. ഇതാണ് ഈ ശീലയേത എന്ന് ചുരുക്കി പറഞ്ഞപ്പോൾ മൂന്നും പെട്ടു. ധാരണ, ധ്യാന, സമാധിയും കുരു. ധാരണ ധ്യാന സമാധികളെ അഭ്യസിക്കൂ, അന്തരംഗ സാധനകളെ അഭ്യസിക്കൂ. ആദ്യം ബഹിരംഗ സാധനകളെ കൊണ്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ട് ഇരുത്തം വന്നവനായിട്ട് ഭഗവാനെ ധ്യാനിക്കുവാനുള്ളതായിട്ടുള്ള ചിത്തശുദ്ധി നേടിയിട്ട് ഇരിപ്പ് ഉറപ്പിച്ചിട്ട് പിന്നെ ഭഗവാനെ ധ്യാനിക്കൂ. ശീലയേത അനുവേലം, അനുവേലം ശീലയേത, നിരന്തരം അഭ്യാസം കുരു. മദംഗം, എൻ്റെ മൂർത്തിയെ നിരന്തരം ചിന്തിച്ചോളൂ എന്നർത്ഥം. അപ്പൊ എങ്ങനെയുള്ള കീദൃശം മദംഗം, ആ ചോദ്യത്തിനാണ് ഭഗവാന്റെ അംഗത്തിനെ വിശേഷിപ്പിച്ചതാണ് ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം. 3 വിശേഷണങ്ങൾ പറഞ്ഞു. ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം. ഗരുഡ സമധിരൂഢം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ മൂർത്തിയെ ഗരുഡന്റെ പുറത്ത് സമധിരൂഢനായിട്ട് ഗരുഡാരൂഢനായിരിക്കുന്ന ഭാവത്തിൽ ധ്യാനം ചെയ്തോളൂ, ഗരുഡവാഹനനായിരിക്കുന്നതായിട്ടുള്ള എന്നെ ധ്യാനം ചെയ്തോളൂ എന്ന് കപില ഭഗവാൻ ഉപദേശിച്ചു അമ്മയ്ക്ക്. അപ്പൊ ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം, ദിവ്യഭൂഷ ആയുധാംഗം, ദിവ്യങ്ങളായ, ദിവ്യങ്ങളെന്നാൽ അലൗകികങ്ങളായ, ഭൂമിയിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ല ഭഗവാന്റെ ആയുധങ്ങളും അലങ്കാരങ്ങളും. ഭഗവാന്റെ ഗദ ഭഗവാന് മാത്രം സ്വന്തം, ഭഗവാന്റെ സുദർശനം ഭഗവാന് മാത്രം സ്വന്തം. അത് ലിമിറ്റഡ് എഡിഷനാണ്, നോട്ട് കോമൺ. അത് എക്സ്ക്ലൂസീവ് എഡിഷനാണ്. ആർക്ക് വേണ്ടി? ഭഗവാന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. അത് ദിവ്യം. ബാക്കി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് പേര് കൊണ്ടു നടക്കുന്നുണ്ടാവും. പക്ഷെ ഒറിജിനൽ സുദർശനം അത് ഭഗവാന്റെ കയ്യിൽ, ഒറിജിനൽ കൗമോദകി അത് ഭഗവാന്റെ കയ്യിൽ, ഒറിജിനൽ പാഞ്ചജന്യം അത് ഭഗവാന്റെ കയ്യിൽ, ഒറിജിനൽ പത്മം, വനമാല, കൗസ്തുഭം, ശ്രീവത്സം, ഭഗവാന്റേതായിട്ടുള്ള ഹാരങ്ങൾ, ആഭരണങ്ങൾ, കിരീടാദികൾ, മകരകുണ്ടലങ്ങൾ, കാഞ്ചി, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ഇതെല്ലാം ഭൂഷങ്ങളെല്ലാം ഭഗവാന്റേത്. അതാണ് ദിവ്യഭൂഷ ആയുധ. ദിവ്യങ്ങളായ ഭൂഷണങ്ങളും ആയുധങ്ങളും അംഗം. നമ്മുടെ അംഗം എന്ന് പറഞ്ഞാൽ അങ്കിതം, അടയാളപ്പെട്ടത്, അലങ്കരിക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭഗവാൻ ആ ദിവ്യങ്ങളായ ഭൂഷങ്ങളും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായിട്ട്, ഗരുഡന്റെ പുറത്തിരിക്കുന്നതായിട്ട്, രുചി തുലിത തമാലം, രുചി കാന്തി, അത് തുലിത തമാലം. തമാലം എന്നാൽ ഒരു പച്ചില വൃക്ഷം, നല്ല പച്ച വർണ്ണമുള്ളതായിട്ടുള്ള, കടും പച്ച വർണ്ണത്തിലുള്ളതായിട്ടുള്ള ഒരു വൃക്ഷത്തിന്റെ പേരാണ് തമാല വൃക്ഷം. ആ തമാലത്തിന് തുലിതം, തമാല വൃക്ഷത്തിന് തുലനം ചെയ്യുന്ന അതേ കാന്തിയോടുകൂടെ, ഇപ്പൊ മരകത പച്ച എന്നൊക്കെ പറയാമെങ്കിൽ ആ മരകത പച്ച വർണ്ണത്തോടു കൂടിയതായിട്ടുള്ള ആ ദിവ്യഭൂഷങ്ങളും ആയുധങ്ങളും ധരിച്ചിരിക്കുന്ന ഗരുഡാതിരൂഢനായിരിക്കുന്ന മദംഗം അനുവേലം ശീലയേത. പ്രാക്ടീസ് എവറി ഡേ. ആ ഓരോ മുഹൂർത്തങ്ങളിലും എന്നെ ധ്യാനിക്കാൻ പരിശീലിക്കൂ. ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള സാധനകളെ ചെയ്യൂ. ധാരണ എന്ന് പറഞ്ഞാൽ എൻ്റെ അംഗപ്രത്യംഗങ്ങളെ നിരന്തരം നല്ലതുപോലെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേ
കാണുക, അതാണ് ധാരണ. അത് കഴിഞ്ഞ് അത് തന്നെ ശീലമായി മാറുമ്പോൾ ധ്യാനമായി മാറി, അത് സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. പ്രയത്നമില്ലാതെ ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിഞ്ഞു കാണുമ്പോൾ അത് ധ്യാനമായി. അതിൽ തന്നെ മനസ്സ് ഉറച്ചു കഴിയുമ്പോൾ അതിൻ്റെ പേര് സമാധി. അത് സവികൽപ്പ സമാധി, ഭഗവാന്റെ രൂപത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭാവം. ആ രൂപമില്ലാതെ രൂപ അതീതമായിരിക്കുന്ന ഭഗവാന്റെ തത്വത്തിലുള്ള നിഷ്ഠയാണ് നിർവികൽപ്പ സമാധി. അപ്പം ഇങ്ങനെ ആ സമാധികളിലേക്ക് എത്തും. ധാരണ, ധ്യാനം, സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്നീ ക്രമത്തിൽ പ്രാക്ടീസ് ചെയ്യൂ, ഉയരൂ എന്നാണ് അമ്മയ്ക്കായിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചത്. ഇത് 28-ാം അധ്യായം 3ാം സ്കന്ധം ചുരുക്കി പറഞ്ഞു. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഃ. ഭാഗവതത്തിലെ 3ാം സ്കന്ധത്തിലെ 28-ാം അധ്യായം വളരെ മനോഹരമാണ്. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് ഭഗവാന്റെ രൂപം. അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. അതിൻ്റെ ഒരു സൂത്രപ്രായം മാത്രമാണ് മേൽപ്പത്തൂരിൻ്റെ നാരായണീയം. ഒരു അതിലെ നൂലിങ്ങോട് വലിച്ചെടുത്തു. അതിലെ ചമൽക്കാരങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നൂല് മാത്രം വലിച്ചെടുത്തു എന്നർത്ഥം. അതാണ് അതിലെ ത്രെഡ്. ആ കഥയിലെ, ആ ഉപദേശത്തിലെ ത്രെഡ് മാത്രം എടുത്തിട്ടാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് നാരായണീയത്തിലൂടെ തന്നത്. ഇനി അടുത്ത 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. അതിൽ ഭക്തിയോഗത്തിൻ്റെ മഹിമ എടുത്തു പറയുകയാണ്. ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം മുതലായ യോഗങ്ങളെക്കാൾ ഭക്തിയോഗമാണ് അമ്മയെപ്പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പം, ഏറ്റവും നല്ല വഴി. അത് ഞാൻ അമ്മയ്ക്ക് ഉപദേശിക്കാം എന്ന് പറഞ്ഞ് 29-ാം അധ്യായത്തിൽ ഭക്തിയോഗം ഉപദേശിക്കേണ്ട ഭഗവാൻ. ആ ഭക്തിയോഗത്തിൻ്റെ സാരമാണ് ഇവിടെ 5-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ സംഗ്രഹിച്ചിരിക്കുന്നത്. ഒറ്റ സൂത്രപ്രായം, അതിൻ്റെ ത്രെഡ് മാത്രം എടുത്തു തരികയാണ്. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മഹീസുരസരിതോഗപ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഃ. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മൈസുരസരിതോഗപ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഃ. കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഃ. നാരായണ. അപ്പോൾ ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 29-ാം അധ്യായത്തിൽ ഭഗവാൻ, കപില ഭഗവാൻ അമ്മയ്ക്കായി ഉപദേശിച്ച ഭക്തിയോഗത്തിൻ്റെ ആ ഒരു സാരം ഒരു ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. മമ ഗുണഗണ ലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിതോഗപ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി സാഹി പരമഭക്തിഃ സാഹി മൃത്യോഃ വിജേത്രി എന്ന് ഗുരുവായൂരപ്പ അങ്ങ് കപിലമൂർത്തിയായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലേ എന്നാണ്. അപ്പോൾ ചുരുക്കേ പറഞ്ഞുള്ളൂ. മമ എൻ്റെ ഗുണഗണ ലീലാകർണനൈഃ എൻ്റെ ഗുണഗണങ്ങളെയും എൻ്റെ ലീലകളെയും ആകർണനൈഃ ആകർണനം ചെയ്യുക, നന്നായി കേൾക്കുക.
ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുന്നതായിട്ടുള്ള ആചാര്യന്മാരിൽ നിന്ന്, സത്സംഗങ്ങളിൽ നിന്ന് ഭഗവാന്റെ മഹിമകളെ വർണ്ണിക്കുന്നത് കേൾക്കുക. ഗുണഗണങ്ങൾ, ഭഗവാന്റെ അനന്ത കല്യാണ ഗുണഗണങ്ങളാണ് ഭഗവാനുള്ളത്. അതൊക്കെ ഓരോ കഥകളിലൂടെ വർണ്ണിച്ചു തരുമ്പോൾ അത് വളരെ നന്നായിട്ട് ആകർണനം ചെയ്യുക, ആസമന്താത് കർണത്തിലാക്കുക, മുഴുവൻ വിടാതെ ചെവിയിലേക്ക് പ്രവേശിപ്പിക്കുക, ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ഗുണഗണ അതുപോലെ ലീലാകർണനൈഹി, ഭഗവാന്റെ ലീലകളെയും ശ്രീരാമനായും ശ്രീകൃഷ്ണനായും വാമനനായും നരസിംഹമായും മത്സ്യമായും കൂർമ്മമായും മറ്റ് ഋഷീശ്വരന്മാരായും ഒക്കെ ഭഗവാൻ അവതരിച്ച് എന്തൊക്കെ ലീലകൾ ചെയ്തുവോ ആ ലീലകളെക്കുറിച്ചും ആകർണനൈഹി കേൾക്കുമ്പോൾ ഭഗവാന്റെ മഹിമകൾ, ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരന്തരം ആകർണനൈഹി കേൾക്കുന്നത് കൊണ്ടും കീർത്തനാദ്യൈഹി അത് തന്നെ നമ്മൾ കേട്ടതിനനുസരിച്ച് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സ്വയം ആരും കേൾക്കാനില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിക്കുക. നമ്മൾ തന്നെ ആദ്യത്തെ ശ്രോതാവാകുക, നമ്മൾ തന്നെ വക്താവാകുക. ആരും കേൾക്കാനില്ലെങ്കിൽ സ്വയം പറയുക, അതാണ് കീർത്തനം. ഭഗവാന്റെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ഇപ്പോൾ മേൽപ്പത്തൂർ എങ്ങനെയാണോ ഗുരുവായൂരപ്പന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഭാഗവതത്തെ സംഗ്രഹിച്ച് നാരായണീയ രൂപത്തിൽ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അന്ന് മേൽപ്പത്തൂർ ഇത് ചെയ്യുമ്പോൾ എത്ര പേര് കേൾക്കാനുണ്ടായിരുന്നുണ്ടാവും? ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. സിമ്പതിയോടുകൂടിയിട്ട് നോക്കിയിട്ട് പോയിട്ടുണ്ടാവും, അയ്യോ പാവം വയ്യാതിരിക്കണു വാദം പിടിച്ചിട്ട്, ഒരു ഗതിയില്ലാതെ ഭഗവാന്റെ അടുത്ത് വന്ന് കരയുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് പല ആളുകളും നോക്കിയിട്ട് സിമ്പതൈസ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അന്ന് ഇദ്ദേഹം എഴുതുന്നതിൻ്റെ മഹിമയൊന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ അദ്ദേഹം എഴുതുന്നത്, ഇതെന്തായി തീരും അവസാനം? ഇത് ഭഗവാന് പ്രിയപ്പെട്ടതായിട്ടുള്ള ആ വെണ്ണ നിവേദ്യം പോലെ ലോക പ്രശസ്തമായി തീരും എന്നൊന്നും അന്ന് അവിടെ വന്നിരുന്ന ആളുകൾക്കൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. അന്ന് ഇതുപോലെ ആളുകളും ഉണ്ടാവില്ല. അന്ന് ഗുരുവായൂർ എന്താ പറയുക, അത്യാവശ്യക്കാർ വന്നിട്ട് പോയിട്ടുണ്ടാവും. 450 കൊല്ലം മുമ്പ് മനുഷ്യന്മാർ നടക്കാത്ത കാലമാണ്. അപ്പോൾ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭജിക്കുകയാണ് ഭഗവാനെ, കീർത്തിക്കുകയാണ്. ഓരോ കീർത്തനങ്ങൾ, ഓരോ ശ്ലോകം എഴുതിയിട്ട് ഭഗവാന്റെ മുമ്പിൽ 10 പ്രാവശ്യം കേൾപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ദിവസം 10 ശ്ലോകമല്ലേ ആയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും 10 ശ്ലോകമല്ലേ ആവുള്ളൂ. അപ്പോൾ ഓരോ ശ്ലോകവും ഭഗവാനോട് തന്നെ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ടാവും, ഇത് ശരിയല്ലേ ശരിയല്ലേ എന്ന്. അങ്ങനെ കീർത്തനാദ്യൈഹി, അപ്പോൾ ആരും കേൾക്കാനൊന്നും വേണ്ട, നമ്മൾ കീർത്തനം ചെയ്യാൻ. ഭഗവാൻ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നിട്ട്. അന്തര്യാമിയായ ഭഗവാൻ കേൾക്കുന്നുണ്ട്, ഭഗവാൻ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടെ കീർത്തനാദ്യൈഹി. അപ്പോൾ ഭഗവാന്റെ കഥകൾ ശ്രവണം ചെയ്തും കീർത്തനം ചെയ്തും. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്തോളൂ. പിന്നെ ഇപ്പോൾ ശ്രവണം കീർത്തനം രണ്ടും പറഞ്ഞു. ബാക്കിയോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആ 9 പടികളും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 പടികളെ മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ പടി കയറാൻ തുടങ്ങിയിട്ടോ എന്ന് പറഞ്ഞാൽ അവൻ അറ്റത്ത് എത്തിക്കഴിഞ്ഞു എന്നർത്ഥമാണ്. അവൻ എത്തിക്കോളും, അവൻ അതിനായിട്ട് പുറപ്പെട്ടുമല്ലോ. അപ്പോൾ ശ്രവണ കീർത്തനങ്ങളെ എടുത്തു പറഞ്ഞ് ആദ്യൈഹി എന്ന് പറഞ്ഞുല്ലോ. ആദ്യൈഹി എന്നുള്ളത് എക്സെട്ര എക്സെട്ര എന്നാണ് അർത്ഥം. മുതലായവ കൊണ്ട് എന്തുണ്ടാവണു? മയി എന്നിൽ സുരസരിതോഘപ്രഖ്യ ചിത്താനുവൃത്തി ഭവതി. സുരസരിത്ത് എന്ന് പറഞ്ഞാലോ ദേവലോകത്തുള്ളതായിട്ടുള്ള നദി ഗംഗ. അത് തന്നെ ഭൂമിയിലേക്കും വന്നു ഗംഗ. അപ്പൊ സുരസരിത്തിന്റെ ഓഘപ്രഖ്യം, ഓഘം എന്നാൽ പ്രവാഹം, നിരന്തരമായി ഇടതളവില്ലാതെ ഒഴുകുന്ന പ്രവാഹമാണ് ഗംഗാപ്രവാഹം. അപ്പോൾ അതിന് പ്രഖ്യം, അതിന് സമാനമായത് എന്നർത്ഥം. അതുപോലെ പ്രശസ്തമായത്, അതിന് സമാനമായത് എന്നർത്ഥം. എന്താ? ചിത്ത അനുവൃത്തി ഭവതി. ചിത്തത്തിൻ്റെ അനുവൃത്തി, ചിത്തത്തിൻ്റെ നിരന്തരമായ ആ പ്രവൃത്തി, ചിത്തത്തിലുണ്ടാകുന്ന ചിന്തകൾ മുഴുവൻ ഈ ഗംഗാപ്രവാഹം പോലെ ഭഗവാനെ സംബന്ധിച്ചത് മാത്രമായി തീരുന്നു. നിരന്തരം ഭഗവാന്റെ കഥകൾ കേട്ടതുകൊണ്ടും ഭഗവാനെക്കുറിച്ച് കീർത്തിച്ചും മറ്റ് ഭഗവത്പരമായ ഭക്തി സാധനകളൊക്കെ അനുഷ്ഠിച്ചതുകൊണ്ടും സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യാദികളൊക്കെ അഭ്യസിച്ചതുകൊണ്ടും
ഭഗവാന്റെ നേർക്കുള്ള ഗംഗാപ്രവാഹം പോലെയുള്ളതായിട്ടുള്ള ചിത്തവൃത്തി ഉണ്ടാകുന്നു. അവൻ്റെ ചിന്തകളിൽ മുഴുവൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. അവൻ്റെ വായിലൂടെ ഒഴുകുന്നതൊക്കെ ഭഗവാന്റെ കീർത്തനം. അവൻ സ്മരിക്കുന്നതെല്ലാം ഭഗവാനെക്കുറിച്ച് മാത്രം. അവൻ എവിടെ പോയാലും ഭഗവാനെ കാണുന്നു. എന്തിലും അവൻ കേൾക്കുന്നതൊക്കെ ഭഗവാനെ സംബന്ധിച്ചത് മാത്രമായി തോന്നുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥ അവന് വന്നു ചേരുന്നു. സുരസരിതൗക പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി. അതുതന്നെയാണ് പരമഭക്തി. മനസ്സെപ്പോഴും ഭഗവാനിലേക്ക് ഒഴുകുകയാണെങ്കിൽ, ചിത്തവൃത്തികളെല്ലാം ഭഗവാന്റെ നേരെ ആവുകയാണെങ്കിൽ, അത് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ ഭക്തി, പരമഭക്തി. ഭഗവാനെ വിസ്മരിക്കാനേ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക്. നിരന്തരം ഭഗവത് ചിന്ത മാത്രം. അപ്പൊ അങ്ങനെയുള്ള പരമഭക്തി ഭവതി. സാഹി, ആ ഭക്തി തീർച്ചയായിട്ടും, ഹി എന്നുള്ളത് നിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. സാ ഭക്തി പരമഭക്തി മൃത്യോഹോ വിജേത്രീ. ഹി മൃത്യോഹോ വിജേത്രീ, അത് മൃത്യുവിനെ ജയിക്കുന്നവളാകുന്നു. നമ്മുടെ മരണഭയത്തെ പോക്കിത്തരുന്നതാകുന്നു. അമൃതത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാകുന്നു എന്നർത്ഥം. നമ്മളെ മോക്ഷപദവിയിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതാകുന്നു ആ ഭക്തി. അപ്പൊ ആ ഭക്തി, പരമമായ ഭക്തി ഉണ്ടായാൽ, മനസ്സെപ്പോഴും എല്ലാ ചിന്തകളും ഭഗവത് അഭിമുഖമായി മാറുകയാണെങ്കിൽ, ഭഗവാനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞിരിക്കണു. മോക്ഷപദവിയിലേക്ക് എത്തിയിരിക്കണു. മരണഭയത്തിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കുന്നു. ശരീര അഭിമാനമൊക്കെ പോയിരിക്കുന്നു. ശരീരത്തിൻ്റെ മരണം നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ മരണത്തെ ജയിച്ചു കഴിഞ്ഞു. മൃത്യോഹോ വിജേത്രീ. അപ്പം അങ്ങനെയുള്ള ആ ഭക്തി നമുക്ക് ഉണ്ടാവുന്നു. അതിനെന്ത് വേണം? ഭഗവാന്റെ ഗുണഗണങ്ങളും ലീലകളും ആകർണനം ചെയ്യണം നിരന്തരം. അത് തന്നെ കീർത്തനം ചെയ്യണം നിരന്തരം. അപ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാ വൃത്തികളും, ചിത്തവൃത്തികളൊക്കെ തന്നെ ഗംഗാപ്രവാഹം പോലെ നിരന്തരം ഭഗവാനെ സംബന്ധിച്ച് മാത്രമായി തീരും. അതുതന്നെയാണ് ഭഗവത് ഭക്തി എന്ന് പറയുന്നത്, പരമഭക്തി എന്ന് പറയുന്നത്. അത് നമ്മളെ മോക്ഷ സൗധത്തിൻ്റെ മുകളിലേക്ക് വലിച്ചു കയറ്റും. മോക്ഷ സാമ്രാജ്യം നമുക്ക് സാധിച്ചു തരും. അമൃതത്വത്തെ നൽകുന്നതാണ് മൃത്യോഹോ വിജേത്രീ. അപ്പൊ ഇങ്ങനെ ഭക്തിയോഗത്തെക്കുറിച്ച് കപിലതനുവായ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ദേവഹൂതിക്കായിക്കൊണ്ട് ഉപദേശിച്ചുവല്ലേ. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മൈസുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇതൊക്കെ ഭാഗവതം വിസ്തരിച്ച് പറഞ്ഞ ആശയങ്ങളെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഭാഗവതം വിസ്തരിച്ച് പഠിച്ചാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഓർമ്മ വരും എന്നർത്ഥം. അടുത്ത ശ്ലോകം ഇതിന് വിരുദ്ധരായിട്ടുള്ള ആളുകൾ, ഈശ്വര ആഭിമുഖ്യം തീരെയില്ലാത്ത മൂഢജനങ്ങൾ, പ്രാകൃതന്മാർ, വിഷയലംബടന്മാർ, അസുരസ്വഭാവമുള്ള ആളുകൾ, അവരെങ്ങനെയാണ് അധോഗതിയെ പ്രാപിക്കുന്നത്, നരകങ്ങളെ പ്രാപിക്കുന്നത്? അതിനെക്കുറിച്ചാണ് 6-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയുന്നത്. 6-7 ശ്ലോകങ്ങൾ ആ ശ്രീമദ് ഭാഗവതത്തിലെ 30-31 അധ്യായങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള ദുഷ്ടന്മാരുടെ ജീവിതം, അധോഗതി, അതിനെക്കുറിച്ച് കാണിച്ചു തരണം. എന്തിനാ? അതിൽ നമുക്ക് ഭയമുണ്ടാവാൻ വേണ്ടി, വിരക്തി ഉണ്ടാവാൻ വേണ്ടി. അഥവാ നമ്മളിപ്പോൾ ആ വഴിക്കാ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ വഴി തെറ്റിയെന്ന് മനസ്സിലാവാൻ വേണ്ടി. അയ്യോ, ഐ എം ഗോയിങ് ടു എ ഡേഞ്ചർ എന്ന് നമുക്ക് ഒരു വാണിംഗ് തരികയാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? യു ടേൺ അടിക്കണം, പതുക്കെ ബ്രേക്ക് അടിക്കണം. ആദ്യം സഡൻ ബ്രേക്ക് അടിക്കണ്ട, തലകുത്തി മറിയും. അപ്പോൾ പതുക്കെ ബ്രേക്ക് ചെയ്ത് ആദ്യം സ്പീഡ് കുറച്ചിട്ട്, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ സ്പീഡ് കുറച്ചിട്ട് പതുക്കെ ബ്രേക്ക് പിടിച്ചിട്ട് പിന്നെ യു ടേൺ അടിക്കാൻ പാകത്തിനുള്ള സ്ഥലമെത്തുമ്പോൾ
വൈഡായിട്ടുള്ള ഏരിയ എത്തുമ്പോൾ യു ടേൺ അടിക്കുക. പാകമാകുന്ന സ്ഥലത്തെത്തുമ്പോൾ യു ടേൺ അടിച്ച് ഈ വഴിക്ക് പോവുക. ഏത് വഴിക്ക്? 5-ാം ശ്ലോകത്തിൽ പറഞ്ഞ വഴിക്ക്, 4-ാം ശ്ലോകത്തിൽ പറഞ്ഞ വഴിക്ക് ഒക്കെ. അഷ്ടാംഗ യോഗമാകട്ടെ അല്ലെങ്കിൽ ഭക്തി യോഗമാകട്ടെ, ആ വഴിക്ക് തിരിയണം. അപ്പോൾ വഴിതെറ്റിയോന്നറിയാനും വഴിതെറ്റി പോകുന്നവരെ കാണിച്ച് സിമ്പതൈസ് ചെയ്യാനും അതുപോലെ ആവരുത് മേലിലും എന്ന് നമ്മളോട് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ സംസാരഗതി, ഒരു ജീവൻ്റെ സംസാരഗതി എന്ന് പറയുന്ന ആ ആവർത്തന സ്വഭാവത്തെ, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്നുള്ള സംസാരധർമ്മത്തെ 30-31 അധ്യായത്തിൽ ഭഗവാൻ കപിലൻ ഭംഗിയായി വിസ്തരിച്ച് അവതരിപ്പിച്ചതിനെ മേൽപ്പത്തൂർ 2 ശ്ലോകങ്ങളെ കൊണ്ട് 6-7 ശ്ലോകങ്ങളെ കൊണ്ട് സംഗ്രഹിച്ച് പറയുകയാണ്. അഹഹ ബഹുളഹിംസ സഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദി ഗൃഹസക്തോ യാതനം മയ്യ ഭക്തഃ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദി ഗൃഹസക്തോ യാതനാം മയ്യ ഭക്തഃ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. കപിലമൂർത്തിയായ ആ ഭഗവാൻ ദേവഹൂതിക്കായിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞുകൊടുത്തു എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ നോക്കി പറയുകയാണ്. അപ്പോൾ ഇവിടെ അഹഹ അഹഹ എന്ന ആരംഭം തന്നെ ഒരു കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. വല്ലാത്ത കഷ്ടം തന്നെ അവൻ്റെ കാര്യം എന്ന് പരിഹസിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ അഹഹ എന്നുള്ളതായിട്ടുള്ള പ്രയോഗം. എന്നിട്ട് പറയുന്നു, ബഹുള ഹിംസാ സഞ്ചിതാർത്ഥൈഹി കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിത ബാലലാളി. ആരെക്കുറിച്ചാ പറയണത്? 3-ാമത്തെ വരിയിലെ അവസാനത്തെ ഒരു വാക്ക് ഏതാണ്? മയി അഭക്തഃ എന്ന്. മയി അഭക്തഃ, മയി അഭക്തഃ, എന്നിൽ ഭക്തിയില്ലാത്തവൻ. അഭക്തഃ ന ഭക്തഃ, മയി അഭക്തഃ, എന്നിൽ ഭക്തിയില്ലാത്തതായിട്ടുള്ള ഒരാള് എന്തൊക്കെയാ ചെയ്തു കൂട്ടണ, എന്നിട്ട് എവിടേക്കാ പോണ? കഷ്ടം അവന്റെ കാര്യം എന്നാണ് അഹഹ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അഭക്തന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബഹുള ഹിംസാ സഞ്ചിതാർത്ഥൈഹി കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ. ബഹുളം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്, പല പ്രകാരത്തിലുള്ളതായിട്ടുള്ള ഹിംസ എന്ന് പറഞ്ഞാൽ ആളുകളെ വേദനിപ്പിച്ചുകൊണ്ട്, മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും പ്രകൃതിയെയും സസ്യജാലങ്ങളെയും ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട്, എല്ലാം എനിക്ക് ഉപഭോഗത്തിന്, എൻ്റെ സൗകര്യത്തിന്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ഒക്കെ എനിക്ക് സാമർഥ്യമുണ്ട്, കയ്യൂക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ളതായിട്ടുള്ള അവൻ്റെ ഒരു വ്യഗ്രത. അപ്പോൾ അതിൽ ആർക്കൊക്കെ വേദനിക്കുന്നുണ്ട്, ആരൊക്കെ നശിക്കുന്നുണ്ട്, ആരൊക്കെ കരയുന്നുണ്ട്, അതൊന്നും അവന് ചിന്തയില്ല അവൻ്റെ സ്വാർത്ഥത കൊണ്ട്. അതാണ് ബഹുള ഹിംസാ സഞ്ചിതാർത്ഥൈഹി. ബഹുളങ്ങളായ ഹിംസകളെ കൊണ്ട്, സഞ്ചിതങ്ങളായ അർത്ഥം കൊണ്ട്, സഞ്ചിതം എന്നാൽ സഞ്ചയിച്ചത്, സമ്പാദിച്ചത്, ആരുടെ മണ്ടയിലെങ്കിലും മുളകരച്ചിട്ടാണെങ്കിലും അവൻ സഞ്ചയിക്കുന്നു. അർത്ഥം ധനം സമ്പാദിക്കുന്നു. അപ്പൊ ധനം സമ്പാദിക്കുന്നതിന് ഒരു വകതിരിവുമില്ല, ഒരു വിവേചനവുമില്ല, ഒരു മര്യാദയുമില്ല. എന്ത് ക്രൂരതകൾ ചെയ്യാനും, അച്ഛനെയും അമ്മയെയും വരെ കൊന്നിട്ടാണെങ്കിലും, സഹോദരങ്ങളെ പീഡിപ്പിച്ചിട്ടാണെങ്കിലും, ബന്ധുക്കളെ വിഷമിപ്പിച്ചിട്ടാണെങ്കിലും, അയൽവാസികളെ ദ്രോഹിച്ചിട്ടാണെങ്കിലും, നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ടാണെങ്കിലും, നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ അവസ്ഥ തന്നെ. അവർക്കൊക്കെ ഇനി എന്താ ഗതി വരാൻ പോണത് കണ്ടറിയാം നമുക്ക്. അവരുടെ കുടുംബം വലുതാക്കാൻ, നന്നാക്കാൻ, അവരുടെ തലമുറകൾക്ക് കോടികൾ ഇരുന്ന് തിന്നാലും തീരാത്തതായിട്ടുള്ള സ്വത്തുണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഇതൊക്കെ നമ്മൾ നിത്യവും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ?
ഒരു 50 കൊല്ലം മുമ്പ് നമുക്ക് ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? രാഷ്ട്രീയക്കാരെ ഒരു 30 കൊല്ലം മുമ്പ് ഇത്രയും വഷളന്മാരായിരുന്നുവോ? ഒരു 10 കൊല്ലം മുമ്പ് ഇത്രയും നശിച്ചവരായിരുന്നുവോ? ഓരോ ദിവസവും പുറത്തു വരുന്നതായിട്ടുള്ള അഴിമതി കഥകൾ, രാജ്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനായിക്കൊണ്ട് രാജ്യത്തിന്റെ സമാധാനത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് മതമൗലികവാദികൾക്ക് കൊടപിടിക്കുന്നതായിട്ടുള്ള തീവ്രവാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവരെ അതിഥികൾ എന്ന് പറഞ്ഞുകൊണ്ട്, തീവ്രവാദികളെ അതിഥികളാക്കിക്കൊണ്ട് അവർക്ക് പ്രളയകാലത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, ടിവിയും ബിരിയാണിയും കൊടുത്ത്, ഇവിടെയുള്ള കഷ്ടപ്പെടുന്നവർ കാലാകാലങ്ങളായി പെടാപ്പാടുപെടുന്നതായിട്ടുള്ള പാവം അമ്മമാരുടെ കണ്ണുനീര് കാണാൻ ഈ പറഞ്ഞ ഇവർക്കൊന്നും ഒരു കണ്ണുമില്ല. ഇവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചവരും മുദ്രാവാക്യം വിളിച്ചവരൊക്കെ ഇപ്പോഴും പട്ടിണിയിൽ തന്നെയാണ്. അവരുടെ കുടുംബം ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ നന്നാക്കാനായിട്ട് ഒരു പദ്ധതിയുമില്ല. കാരണം അവരെന്നും ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇവർക്ക് വോട്ട് കിട്ടുള്ളൂ. ഇവർ പറഞ്ഞത് കേൾക്കുന്ന അടിമകളായിട്ടിരിക്കുള്ളൂ. ആ പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, അവരെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളുടെ ജാഥയ്ക്ക് വന്നില്ലെങ്കിൽ, മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ, വോട്ട് കുത്തിയിട്ടില്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് പുറത്താക്കും, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പുറത്താക്കും, കൂലി കിട്ടില്ല, മറ്റേ പദ്ധതി തരില്ല, മറിച്ച പദ്ധതി ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികളാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരുന്ന പദ്ധതികളെയൊക്കെ ഇവിടെ ഞങ്ങൾ തരുന്നതാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരുന്നതാണെന്നുള്ള മട്ടില് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു പാവങ്ങളെ. എന്നിട്ടോ അവർ കരകയറാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ലോട്ടറിയും കള്ളും ധാരാളം വിതരണം ചെയ്യുന്നു. അവർ സമ്പാദിക്കുന്ന കാശ് മുഴുവൻ ലോട്ടറിയിലും കള്ളിലും പോയിക്കൊണ്ടിരിക്കുന്നു. അവരെത്ര സമ്പാദിച്ചാലും അവർക്ക് കാണുന്നില്ല, വെള്ളത്തിൽ വരയിട്ടതുപോലെയാണ്. ആ പാവങ്ങൾ ഇന്നും പട്ടിണി തന്നെയാണ്, അരപ്പട്ടിണിയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നാൽ 10 പൈസ സഹായിക്കാൻ ആരുമില്ല. അവർക്ക് വേണ്ടി ഒരു വെൽഫെയർ സ്കീമുകളും അവർ ചിന്തിക്കുന്നില്ല. ഇവരെ എന്നും ഈ കൂലിക്കാരാക്കി, സിന്ദാബാദുകാരാക്കി മാത്രം അണികളാക്കി നിർത്തി അവരുടെയൊക്കെ കുട്ടികളെ കൊലയ്ക്കും കൊടുത്ത്, തല്ലിനും അടിക്കും പറഞ്ഞു വിട്ട്, കൊലയ്ക്കും കൊല്ലിനും വിട്ട് നശിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മൊത്തം സമാധാനം കളഞ്ഞ് തീവ്രവാദികളെ വളർത്തി അവരുടെ പോക്കറ്റ് നിറയ്ക്കുന്ന, സ്വന്തം കുടുംബം മാത്രം നന്നായാൽ മതി, അതിന് തീവ്രവാദികളിൽ നിന്ന് എത്ര കാശ് കിട്ടിയാലും ഇങ്ങോട്ട് പോരട്ടെ, മതപരിവർത്തന കേന്ദ്രങ്ങളിൽ നിന്ന് എത്ര കോടികൾ കിട്ടിയാലും ഇങ്ങോട്ട് പോരട്ടെ, എന്നിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളെയൊക്കെ നശിപ്പിക്കാം. ശബരിമലയെ നശിപ്പിക്കാനുള്ള പദ്ധതി തുടങ്ങിയപ്പോൾ അടുത്ത പദ്ധതി ആവിഷ്കരിക്കണോ വരുന്ന മണ്ഡലകാലത്തേക്ക്. ശബരിമലയിലുള്ള എല്ലാ ആചാരങ്ങളും ലംഘിച്ചുകൊണ്ടുള്ളതായിട്ടൊരു തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളാണ്. ചിന്തിക്കുക. മനഃപൂർവം ഹൈന്ദവ ധർമ്മത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ്. മനഃപൂർവം, ബോധപൂർവം. കാരണം അതിന് നല്ലോണം കാശ് കിട്ടുന്നുണ്ട്. എതിർ കക്ഷികളിൽ നിന്ന്, മതം മാറ്റ ശക്തികളിൽ നിന്ന്, തീവ്രവാദി ശക്തികളിൽ നിന്ന് ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രകടമായ നന്ദി കാണിക്കലാണ് അവരോടുള്ള കൂറ് കാണിക്കലാണ് ഇവരുടെ പദ്ധതികളൊക്കെ തന്നെ. യാതൊരു സംശയവും ആർക്കും വേണ്ട. പകൽ പോലെ വെളിച്ചം ശുദ്ധമായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ മഹിഷാസുരനും ശുംഭനിശുംഭന്മാരൊന്നും ഇപ്പം എവിടെയും പോകണ്ട. ഇവിടെയുള്ള ചില ആളുകളുടെ മുഖം കണ്ടാൽ അത് തന്നെയാ. ശുംഭനിശുംഭന്മാരും ചണ്ടമുണ്ടന്മാരും രക്തബീജന്മാരും മഹിഷാസുരന്മാരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ ഭരിക്കുന്ന ആളുകളുടെ രൂപത്തിലുണ്ട്. നമ്മൾ കാണണം, ചിന്തിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ബഹുള ഹിംസാ സഞ്ചിതാർത്തൈഹി കുടുംബം പ്രതിദിനമനുപുഷ്ണൻ. പല പ്രകാരത്തില് ഹിംസകൾ ചെയ്തുകൊണ്ട്, അർത്ഥം സഞ്ചയിച്ച്
അതുകൊണ്ട് സ്വന്തം കുടുംബം പ്രതിദിനം പോഷിപ്പിച്ചുകൊണ്ട് അനുപുഷ്ണൻ, സ്വന്തം മക്കള് വിദേശത്ത് ബിസിനസ്സുകാരും വിദേശത്ത് വലിയ വലിയ സ്ഥാനമാനങ്ങളും വഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്വന്തം കോടികൾ ഇറക്കിയതായിട്ടുള്ള കമ്പനികൾ നടത്തിക്കൊണ്ടും അവർ സുഖിച്ചു കഴിയുക. ആരാന്റെ മക്കള് സിന്ദാബാദ് വിളിക്കാനും ലാത്തി ചാർജ് കൊള്ളാനും കൊലയ്ക്കും കൊലപാതകത്തിനും അവനവന്റെ നേതാക്കന്മാരുടെ മക്കളൊക്കെ സേഫായിട്ട് വിദേശത്ത് പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ, അതും കാണുന്നുണ്ട് നമ്മള് അല്ലേ. സ്വപ്നമാരുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളായി മാറുന്ന നേതാക്കന്മാരെ നമ്മൾ കാണുന്നു. സ്ത്രീജിത, സ്വന്തം ഭാര്യമാരുടെയും അടിമകളായിട്ടും അതുപോലെയുള്ള സ്ത്രീകളുടെയും അടിമകളായിട്ട് സ്ത്രീജിത. ബാലലാളി, സ്വന്തം മക്കളെ ലാളിക്കുന്നതായിട്ടുള്ള ബാലലാളി. നമ്മുടെ നേതാക്കന്മാരുടെ മക്കളൊക്കെ ഇപ്പോൾ അഴിമതികളിൽ പെട്ടിട്ട് കൊള്ളരുതായ്മകളിൽ പെട്ടിട്ട് കേസുകൾ ഉണ്ടാകുമ്പോൾ അവരെ ലാളിച്ചുകൊണ്ട് അവരെ രക്ഷിച്ചുകൊണ്ട് തത്രപ്പാടുപെടുന്നതായിട്ടുള്ള അച്ഛന്മാരെ നമ്മൾ കാണുന്നില്ലേ? ബാലലാളി. ബാലന്മാരെ ലാളിക്കുന്ന, അരമിക്കുന്ന, കൊഞ്ചുന്ന സ്വന്തം മക്കളെ മാത്രം ഏത് അപകടത്തിൽ നിന്നും ഏത് വഴിക്കും രക്ഷപ്പെടുത്തിയെടുക്കാൻ പിഴാപ്പാടുപെടുന്ന തത്രപ്പാടുപെടുന്നതായിട്ടുള്ള ആളുകള് ബാലലാളി. അങ്ങനെയുള്ള ദുഷ്ടന്മാരൊക്കെ എവിടേക്ക് പോകും? വിശദി ഗൃഹസക്തോ യാതനാം. ഗൃഹസക്ത, ഈ ഭഗവാനിൽ ഭക്തിയില്ലാത്ത, സ്വന്തം ഗൃഹത്തിൽ മാത്രം ആസക്തിയുള്ള, സ്വന്തം സുഖത്തിൽ മാത്രം ആസക്തിയുള്ള, തൻ്റെ ബന്ധുക്കൾ മാത്രം സുഖമായിരിക്കണം എന്നുള്ള ആസക്തിയുള്ളതായിട്ടുള്ളവര് യാതനാം വിശതി, യാതനാം വിശതി, യാതനകളെ പ്രാപിക്കുന്നു, നരകങ്ങളിലേക്ക് പതിക്കുന്നു എന്നാണ് അർത്ഥം. യാതന എന്നുള്ളത് നരകത്തിന്റെ പര്യായമാണ്. നരകാൻ വിശതി. 28 നരകങ്ങളെക്കുറിച്ച് 28 നരകങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നന്ന കാര്യങ്ങൾക്ക്, ഇന്നന്ന കാര്യങ്ങൾ ചെയ്തവർക്ക് ഇന്നതാണ് ഫലം, ഇന്നന്ന നരകങ്ങളിൽ ചെല്ലും എന്ന്. അങ്ങനെയുള്ള നരകങ്ങളെ ഇവര് പ്രാപിക്കുന്നു. വിശദി ഗൃഹസക്തോ യാതനാം മയ്യ ഭക്ത, എന്നിൽ ഭക്തിയില്ലാത്തവർ ഇങ്ങനെയുള്ള നരകങ്ങളെ പ്രാപിക്കുന്നു. ഇങ്ങനെയൊക്കെ സംസാരികളായിരിക്കുന്ന മൂഢന്മാരുടെ കാര്യത്തെക്കുറിച്ച് അമ്മയ്ക്കായിക്കൊണ്ട് ആ ഭഗവാൻ കപിലൻ ഉപദേശിച്ചു. അല്ലേ ഗുരുവായൂരപ്പ? ആഹഹ ബഹുള ഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഗൃഹസക്തോ യാതനാം മയ്യ ഭക്തോ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. അങ്ങനെയുള്ള സംസാരികളുടെ ഗതിയെ തുടർന്നും പറയുകയാണ്. അവർ മരിച്ചാലോ നരകങ്ങളിലേക്ക് പോയിട്ട് പിന്നെ ആ നരകങ്ങളിൽ പെടാപ്പാടുപെടുന്നതും പിന്നീട് വീണ്ടും ഗർഭപാത്രത്തിലേക്ക് വരുന്നതും അവിടെ 10 മാസം പെടാപ്പാടുപെടുന്നതും പുറത്തേക്ക് വന്നാൽ പിന്നെയും അവൻ്റെ കഷ്ടപ്പാടുകൾ തുടരുന്നതും അങ്ങനെയുള്ള അവൻ്റെ സംസാരഗതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. അപ്പൊ നരകങ്ങളിൽ പോയവർ അനേക കാലം ഓരോരോ കർമ്മങ്ങൾക്ക് അതാത് നരകങ്ങളിൽ ചെന്ന് അതാത് ഫലങ്ങൾ അനുഭവിച്ച് പെടാപ്പാടുപെട്ട് എന്തൊക്കെ യാതനകളാണോ അവിടെ അനുഭവിക്കേണ്ടത് അതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ്റെ പാപത്തിൻ്റെ ദുരിതങ്ങളുടെ ആ അക്കൗണ്ടിൽ നിന്ന് കുറേ കുറഞ്ഞു കഴിയുമ്പോൾ പുണ്യപാപങ്ങൾ മിശ്രമായി വരും. അപ്പോൾ വീണ്ടും അവനൊരു ജന്മം കിട്ടുന്നു, മനുഷ്യജന്മം.
അങ്ങനെ അവൻ ഒരു യുവതിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു. ഒരു മാതൃഗർഭത്തിൽ കുംഭീപാകം എന്ന് വിളിക്കാവുന്ന ഒരു നരകമാണത്. കുംഭം പോലെയുള്ള കുടത്തിലിട്ട് വേവിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ. അതാണ് കുംഭീപാകം എന്ന് പറയുന്നത്. അപ്പോ യുവതി ജഡരഖിന്നോ, യുവതിയുടെ സ്ത്രീകളുടെ ജഡരത്തിൽ വന്ന് ഖിന്നനായിട്ട് ഖേദിച്ചുകൊണ്ട് അവിടെ ജഡരാഗ്നി എപ്പോഴും പാചകം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു അടുക്കളയാണ് നമ്മുടെ ജഡരം. ബാക്കി നമ്മുടെ അടുക്കളയ്ക്കൊക്കെ ഇൻ്റർവെല്ലുകളുണ്ട്, ബ്രേക്ക് ഉണ്ട് അല്ലേ, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ, 3 നേരമേ കഴിക്കുന്നുള്ളൂ നമ്മൾ. ബാക്കിയുള്ള സമയമൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ് അടുപ്പ്. എന്നാൽ ഇവിടെ 24 hours കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ചൂളയുണ്ട്. അതാണ് ജഡരാഗ്നി. ഈ ഉദരത്തിൽ ദഹനം 24 മണിക്കൂറും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ശക്തിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നമ്മൾ എത്ര സെൻറ്റിഗ്രേഡിൽ വേവിച്ച സാധനങ്ങളാണ് അകത്തേക്ക് ഇടുന്നത്. അത് വേവ് പോരാ എന്ന് പറഞ്ഞിട്ടല്ലേ അകത്ത് പിന്നെയും ഒരു വേവിക്കൽ നടക്കുന്നത്, ദഹനം നടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുള്ള ചൂടിനേക്കാൾ എത്ര വലിയ ചൂട് ഉണ്ടാവണം അകത്ത്. ഒക്കെ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾക്ക് അറിയുന്നില്ല അല്ലേ. നല്ല ഇൻസുലേഷൻ ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ശക്തി ഇൻസുലേഷൻ ഉള്ളപ്പോൾ നമുക്ക് അറിയില്ല. നല്ല പവർഫുള്ളായിട്ടുള്ള ലൈൻ പോകുന്നുണ്ടെങ്കിലും നന്നായിട്ടത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസുലേഷൻ കൊണ്ട് നമുക്ക് അതിൻ്റെ പവർ അറിയില്ല. അതുപോലെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള ആ തീയുണ്ടല്ലോ, തീയ്, അത് നല്ലപോലെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. എന്തും ദഹിപ്പിക്കുന്ന ശക്തിയുണ്ട് അവിടെ. അപ്പോൾ ഭയങ്കര ശക്തിയാണത്. നമ്മൾ കഴിച്ചതെന്തും. അപ്പോൾ യുവതി ജഡരഖിന്നോ, പിന്നെ അമ്മ കഴിക്കുന്ന എരിവും പുളിയും എല്ലാം ഇവനെ വേദനിപ്പിക്കും. അമ്മയുടെ അസ്വസ്ഥതകളൊക്കെ ഇവൻ്റെ അസ്വസ്ഥതകളാവും. അമ്മ ഇരിക്കുകയും എണീക്കുകയും ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, ചരിയുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഈ ഗർഭത്തിലുള്ളതായിട്ടുള്ള കുട്ടിക്ക് വളരെ ക്ലേശത്തെ, ശ്വാസം മുട്ടിനെ കൊടുക്കും. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാലം. ജാതബോധോപി അകാണ്ഡേ. അകാണ്ഡേ എന്ന് പറയുമ്പോൾ അവിടെ ആ 7 മാസം തികയുമ്പോൾ, മുഴുവൻ പക്വതയാർജിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഒരു ബോധം ഉണ്ടാവും അവിടെ. 7-ാം മാസം ആവുമ്പോൾ ബോധം ഉണ്ടാവും ഇത്രേ ജീവന്. പൂർവജന്മ സ്മൃതിയൊക്കെ വരും അപ്പോൾ എന്നാണ് പറയുന്നത്. അങ്ങനെ 3 മാസം ഗർഭത്തിൽ ബോധത്തോടുകൂടി കിടക്കുക. അപ്പോൾ പൂർവജന്മ സ്മരണകളോടുകൂടെ താൻ പൂർവജന്മത്തിൽ ചെയ്ത പാപങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്താപ വിവശനായി ഭഗവാനെ സ്തുതിക്കും. ഭഗവാനെ, ഇനിമേലിൽ ഞാൻ ഈ ജന്മം പുറത്തിറങ്ങിയാൽ പഴയതൊന്നും ആവർത്തിക്കുകയില്ലേ, എന്നെ പരീക്ഷിക്കരുതേ, എന്നെ വേദനിപ്പിക്കരുതേ, ഞാൻ നല്ലവനായിക്കോളാം, നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള പ്രതിജ്ഞകളോടുകൂടെ ഭഗവാനെ സ്തുതിക്കും ഈ ജന്തു, ഉദരത്തിൽ കിടക്കുന്ന ജന്തു. ശ്രീമദ് ഭാഗവതത്തിൽ 31-ാം അധ്യായത്തിൽ അതൊരു ഇതുണ്ട്, ജന്തുരുവാച എന്ന് പറഞ്ഞിട്ടൊരു സ്തുതിയുണ്ട്. ജീവന്റെ സ്തുതിയാണ്, ഗർഭപാത്രത്തിൽ കിടക്കുന്ന ജീവന്റെ സ്തുതി. അപ്പോൾ എല്ലാം പഴയതൊക്കെ പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്താപ വിവശനായി ഇനി മേലിൽ ഞാൻ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല, പുറത്തിറങ്ങിയാൽ ഭഗവാനെ ഭജിക്കുകയേ ഉള്ളൂ, സ്വാർത്ഥത കൊണ്ട് ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുകയില്ല, ആരെയും ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കും. അതാണ് ജാതബോധോപ്യകാണ്ഡേ. അങ്ങനെ ആ 7 മാസത്തില് ബോധമുള്ളവനായി സ്തുതിച്ചുകൊണ്ട് കിടക്കും. പിന്നെയോ പ്രസവഗളിത ബോധ. ആ പ്രസവ സമയത്ത് ഈ ബോധം ഗളിതം, അതൊഴുകിപ്പോവും. ആ ബോധം നഷ്ടപ്പെട്ടിട്ട് പൂർവജന്മ സ്മരണകളോ താൻ ഗർഭപാത്രത്തിൽ സ്തുതിച്ചതോ ഒക്കെ മറന്ന് എല്ലാം വിസ്മരിക്കും. പുറത്തേക്ക് വരുന്നതോടുകൂടി അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദത്തിൽ
മായയുടെ പിടിയിലേക്ക് പെടും. ഉള്ളിൽ മായ ഉണ്ടായിരുന്നില്ല, ഒരു 3 മാസം ജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ ജ്ഞാനം പുറത്തേക്ക് വരുന്നതോടുകൂടിയിട്ട് അമ്മയുടെ പ്രസവ സമയത്ത് എല്ലാം മറന്നുപോയി, മായയിൽ മുഴുകും എന്നർത്ഥം. വീണ്ടും പഴയ സ്വഭാവം തന്നെ ആവർത്തിക്കും. അതാണ് പ്രസവഗളിത ബോധ. പ്രസവത്തിൽ ബോധം പോയവനായിട്ട്, ഈ പറഞ്ഞ ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ട് അജ്ഞാനിയായിട്ട്, പീഡയാ ഉല്ലംഘ്യ ബാല്യം, ബാലപീഡകളോടുകൂടെ, രോഗാദി ദുരിതങ്ങളും അവശതകളോടും കൂടെ. ശങ്കരാചാര്യ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പാടിയ പാട്ട് ഓർമ്മിക്കുക. ബാല്യേ ദുഃഖാതിരേഗോ മലലുളിതവബുഹു സ്തന്യപാനേ പിപാസ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവഗുണജനിതാ ജന്തവോ മാം തുദന്തി നാനാരോഗാദി ദുഃഖാത് രുദനപരവശം ശങ്കരം നഃ സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ആചാര്യ ഭഗവത്പാദരുടെ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ബാല്യത്തിലും ഭഗവാനെ ഭജിച്ചില്ല, ആ അപരാധം ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ബാല്യത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളുടെ വർധന. മലലുളിത വബുഹു, ശരീരം മുഴുവൻ മലമൂത്ര വിസർജനം ചെയ്ത് കിടപ്പുണ്ട്, വൃത്തിയാക്കാൻ പോലും ആരുമില്ല. എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടാവും മേലെ, അല്ലേ? ഇപ്പോഴത്തെ സൗകര്യത്തിൽ സ്നഗ്ഗീന്നോ എന്തൊക്കെയോ പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആരും അറിയില്ല പുറത്തേക്ക്. പുറത്തുള്ളവർ രക്ഷപ്പെട്ടു, അകത്തുള്ളവൻ തീച്ചൂളയിലാണ്. അവൻ്റെ പെടാപ്പാട് അവന് മാത്രമേ അറിയുള്ളൂ. ആരോട് പറയാൻ, എങ്ങനെ പറയാനും ശക്തിയില്ല. ബാല്യേ ദുഃഖാതിരേഗോ മലലുളിത വബുഹു സ്തന്യപാനേ പിപാസ. പാല് കുടിക്കാൻ നല്ല ദാഹവും വിശപ്പുണ്ട്. അമ്മയുടെ പൊടി പോലുമില്ല. അമ്മയുടെ പാട്ടിൽ എന്നെ വല്ല ആയമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയി. അമ്മ ഇനിയിപ്പോൾ വൈകുന്നേരമേ വരുള്ളൂ. ആയമാർ വല്ല കുപ്പിപ്പാലും അവൾക്ക് തോന്നിയാൽ തന്നാലായി. അല്ലെങ്കിൽ അവൾ പാല് കുടിച്ചിട്ട് എനിക്ക് വെറും വെള്ളം തന്നു എന്ന് വരും, അല്ലേ? സ്തന്യപാനേ പിപാസ. ഇപ്പോഴത്തെ ആയമാർ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, സീരിയലുകളിൽ മുഴുകിയിട്ടിരിക്കുന്നുണ്ടാവും. ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കതല്ലേ ഉണ്ടാവുള്ളൂ. സ്തന്യപാനേ പിപാസ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ. ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒരു ശക്തിയുമില്ലാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാനോ, എന്തെങ്കിലും ഒന്ന് പ്രതിരോധിക്കാനോ, ഉറുമ്പ് കടിച്ചാൽ തട്ടിക്കളയാനോ, കൊതു കടിച്ചാൽ ആട്ടിക്കളയാനോ ഒന്നിനും ഒരു ശക്തിയുമില്ലാത്ത അവസ്ഥ. കണ്ണ് നേരെ കാണാറായിട്ടില്ല, കാത് കേൾക്കാറായിട്ടില്ല, ഏത് ശബ്ദം എവിടുന്നാ വരുന്നതെന്ന് പോലും അറിയാറായിട്ടില്ല. നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവഗുണജനിതാ ജന്തവോ മാം തുദന്തി. ഈ സംസാരത്തിലെ ആ തമോ ഗുണത്തിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ഉറുമ്പും ഈച്ചയും കൊതുവും മറ്റു ജന്തുക്കളും പുഴുക്കളും പ്രാണികളും ഒക്കെ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭവഗുണജനിതാ ജന്തവോ മാം തുദന്തി നാനാരോഗാദി ദുഃഖാത് രുദന പരവശഃ ശങ്കരം ന സ്മരാമി. നാനാരോഗാദി ദുഃഖാത്, ബാലപീഡകൾ മാറി 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 രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? ബാലന്മാരായിരിക്കുമ്പോൾ ശൈശവ പ്രായത്തിൽ ഏത് രോഗാണുക്കളും പെട്ടെന്ന് ബാധിക്കുന്നു. ഇമ്മ്യൂണിറ്റി തീരെ ഇല്ല. വളരെ ഏത് രോഗാണുക്കൾക്കും ഓടിക്കേറാവുന്നതായിട്ടുള്ളൊരു പ്രായമാണ് ബാല്യം. അപ്പം എല്ലാ രോഗങ്ങളും പ്രകടമാകുന്നു. കൊറോണയുടെ 7 അയലത്തുകൂടെ പോയാൽ അത് വന്നു ചേരും. അപ്പോൾ നാനാരോഗാദി ദുഃഖാത് രുദന പരവശഃ, കരഞ്ഞ് അവശനായിട്ട് ശങ്കരനെ സ്മരിക്കാൻ സാധിക്കുമോ? ശങ്കരം ന സ്മരാമി. അങ്ങനെയൊക്കെയുള്ള ആ ബാല്യം കളിച്ചും
കുറച്ച് വളർന്നപ്പോൾ കളിച്ചുകൊണ്ട് ക്രീഡിച്ചുകൊണ്ട് കളഞ്ഞു, ഭഗവാനെ സ്മരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ക്ഷമാപണം ചെയ്യുകയാണ്. ഇവിടെയും അതുതന്നെ അവസ്ഥ. പ്രസവകളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം, പീഡയാ ബാല്യം ഉല്ലംഘ്യ എങ്ങനെയോ കടന്നു കിട്ടി. പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ, താരുണ്യകാലേ പുനഃ ഏവം മുഹ്യതി ഏവ, വീണ്ടും പഴയ മോഹങ്ങൾ തന്നെ താരുണ്യകാലത്ത് യൗവനയുക്തനാകുമ്പോൾ. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. ബാല്യം കളിച്ചുപോയി, യൗവനത്തിൽ തരുണീസക്തഃ, തരുണികൾ തരുണസക്തന്മാരും തരുണന്മാർ തരുണീസക്തന്മാരുമായി യൗവനം കഴിച്ചുപോയി. അപ്പോഴും ഭഗവാനെ സ്മരിച്ചില്ല. അതാണ് പുനരഭിപദ മുഹ്യത്യേവ താരുണ്യകാലേ, താരുണ്യകാലേ പുനരഭി മുഹ്യതിയേവ ബദ, വീണ്ടും പഴയ മോഹം തന്നെ അവന് അതേ ചളിക്കുണ്ടിലേക്ക് തന്നെ അവൻ വീണുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചതാണ്, അതിനു മുമ്പിലത്തെ ജന്മത്തിലും അനുഭവിച്ചതാണ്, അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലും അനുഭവിച്ചതാണ്. പക്ഷേ മറക്കണില്ല, അല്ല അതിനെ ഓർത്ത് അതിൽ നിന്ന് വിവേകമുണ്ടാകുന്നില്ല, വൈരാഗ്യമുണ്ടാകുന്നില്ല. അതേ ശീലങ്ങളെ യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പുനരഭിപദ മുഹ്യത്യേവ താരുണ്യകാലേ, ഇങ്ങനെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം, അങ്ങനെയുള്ള സംസാരത്തിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണു ഈ ദുഷ്ടജന്തുക്കള്, ഭഗവാനിൽ ഭക്തിയില്ലാത്ത ആളുകള് എന്നിങ്ങനെ അമ്മയോട് ആ കപില ഭഗവാൻ ഉപദേശിച്ചുല്ലേ. യുവതി ജഡരകിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദ മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ, കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. ഇനിയും 2 ശ്ലോകം പ്രധാനാശയങ്ങളും 3-ാമത്തെ ശ്ലോകം മേൽപ്പത്തൂരിൻ്റെ സമർപ്പണവും ഉണ്ട്. 3 ശ്ലോകം കൂടിയുണ്ട്, നാളെ കാണാം. കപിലോപദേശം മരണശേഷമുള്ളതായിട്ടുള്ള ഗതികളെക്കുറിച്ചാണ്. ശുക്ല കൃഷ്ണപക്ഷ ഗതികൾ എന്നൊക്കെ പറയുന്ന അതിനെക്കുറിച്ചൊക്കെ തുടർന്ന് പറയുന്നു. സംസാരികളുടെ ഗതിയും ജ്ഞാനികളുടെ ഗതിയും നാളെ തുടരാം. തൽക്കാലം നിർത്തുന്നു. ഗുരുവായൂരപ്പ ശരണം. വൈകുന്നേരം കാണാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. വൈകിട്ട് കാണാം.